ഈ ഫിഖ്ഹ് സംബന്ധമായ വിഷയങ്ങൾ എന്തായാലും ശരി അത് ചോദിക്കാം. അദ്ദേഹത്തിന്റെ അടുക്കൽ നിങ്ങൾ വളരെ തൃപ്തികരമായ മറുപടി ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത്, ഇത് സാലിഹായ അമലായി അല്ലാഹു ബഹുമാനപ്പെട്ട ജലീലുദ്ദീന്റെ അടുക്കൽ നിന്നും കേൾക്കുന്നവരുടെ അടുക്കൽ നിന്നും ഇത് സംഘടിപ്പിക്കുന്നവരിൽ നിന്നും ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, സാലിഹായ അമലായി അംഗീകരിച്ചുകൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമി ഇവിടെ ഉണ്ടാ ഇരിക്കണ? അദ്ദേഹത്തിന് ഐഡി ഉണ്ട് അല്ലേ? ഞാനീ പറഞ്ഞ കേൾക്കുന്നുണ്ട് അവിടെ ഉണ്ടപ്പോ? സമയക്കണല്ലോ 9 മണി നാളെ ഈ സമയം 9 മണി 9:15 അല്ലേ? 9:15. ജലീൽ ദാരിമി ഞാൻ ഈ പറഞ്ഞത് കേൾക്കുന്നുണ്ടാ? ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ മാത്രല്ല മൂപ്പര ഐഡിയ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ്റെ പോയിക്കണ. ഏതായാലും ശരി, ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണമെന്നും ക്ലാസ്സിന്റെ ശേഷം അദ്ദേഹത്തോട് നല്ല ആരോഗ്യപരമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്നും ചോദിക്കുകയും എന്നിട്ട് ഈ ക്ലാസ് സജീവമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ജലീൽദാരിമി എത്തിയ? ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. പ്രിയമുള്ള പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മളുടെ വിഷയം തവക്കുൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിക്കുക എന്നതാണ് നമ്മുടെ വിഷയം. അത് വളരെ ഏറെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ നിർബന്ധമായ ഒരു കാര്യമാണ് തവക്കുൽ എന്ന് നമുക്കറിയാം. നാം എല്ലാവരും അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങൾക്കും അവന്റെ ഫള് കൊണ്ട് ഖൈറായ മാർഗങ്ങൾ ഖൈറിലേക്ക് കൂട്ടിത്തരുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഹിജ്റയിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ചില പാഠങ്ങളൊക്കെ. അതേ ക്രമം ഹിജ്റയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന വളരെ സുപ്രധാനമായ മറ്റൊരു പാഠം തന്നെയാണ് ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ കഴിഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് അങ്ങനെ ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുത്തത് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ തവക്കുൽ ചെയ്യുക എന്നത് ഹിജ്റ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പാഠം തന്നെയാണ്. ഇത് നമുക്ക് ഹിജ്റയുടെ ഓരോ ഘട്ടങ്ങളെ പരിശോധിക്കുമ്പോഴും ആ തവക്കുൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ള ആ തവക്കുലിന്റെ പൂർണ്ണ രൂപം തിളങ്ങി നിൽക്കുന്നത്, പ്രകടമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോവാൻ വേണ്ടി തീരുമാനം കിട്ടിയപ്പോ, അനുമതി കിട്ടിയപ്പോ വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങളെ നീക്കിയത്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി പരിപാടിയിട്ടതാണ് അങ്ങനെ ഹിജ്റക്ക് അനുമതി ലഭിക്കാനുണ്ടായ കാരണം. അപ്പോ ആ ശത്രുക്കളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ വളരെ തന്ത്രപരമായി കരുനീക്കിയും കൊണ്ട് യാത്രയുടെ കാര്യങ്ങളെ
റസൂലുള്ളാഹി തീരുമാനിക്കുന്നു. നമുക്കറിയാം സൗർ പർവ്വതത്തിലുള്ള വാറ് ഗുഹയിൽ റസൂലുള്ളാഹി 3 ദിവസം ഒളിച്ചിരിക്കുന്നു. ആ 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കക്കാരുടെ വിവരങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി നടന്നു പോകുന്ന കാൽപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞാൽ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടുമോ എന്നതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയാകുന്ന ആമിർ ഇബ്നു ഫുഹൈറയോട് തന്റെ ആടുകളെ ഒക്കെ അതിലെ കൊണ്ടുപോകാൻ വേണ്ടി, ആ കാൽപ്പാടുകൾ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്, ആടിന്റെ കാൽപ്പാടുകളായി മാറാൻ വേണ്ടിയിട്ടൊക്കെ ഏർപ്പാടാക്കുന്നു. ഇങ്ങനെ 3 ദിവസം സൗറിൽ ഇരുന്നു വളരെ തന്ത്രപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നീക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഗുഹാമുഖത്ത് ശത്രുക്കൾ വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി തങ്ങളും ഗുഹയിലിരിക്കുകയാണല്ലോ. മേൽഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ ശത്രുക്കൾ ഗുഹാമുഖത്ത് വന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അവരൊങ്ങാനും ആരെങ്കിലും അവരുടെ കാൽപ്പാട് കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ ഇവര് താഴെ ഇരിക്കുന്നത് കാണുമല്ലോ, ഗുഹയിൽ താഴെ ഇരിക്കുന്നത് കാണുമെന്ന ഭയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. ഭയം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമാണ്. അപ്പോഴാണ് പറഞ്ഞത് എന്തെന്ന്, നാം അവരെങ്ങാനും അവരുടെ ലവന്ന അഹദഹും നളറ ഇലാ അസ്ഫലി ഖദമൈഹി ലറആന, ആരെങ്കിലും അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ എന്ന വേജാറ് പറഞ്ഞപ്പോ അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി നമുക്കറിയാം. എന്തായിരുന്നു? മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. പരിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ ഒരു വാക്ക് തന്നെ പ്രത്യേകം ഈ ഹിജ്റയെ സംബന്ധിച്ച് പരാമർശിച്ച ആയത്തിൽ എടുത്തു പറയുകയാണ്. ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇവിടെ നമ്മൾ പേടിക്കേണ്ടതില്ല, നമ്മൾ അവർ കാണില്ല. കാരണം അവർ നമ്മൾ ഈ ഭാഗത്തുണ്ടാകുമെന്ന അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ നാം പെടാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുനീക്കങ്ങളും തന്ത്രങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നായിരുന്നില്ല റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്താണ്? ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെ വളരെ തന്ത്രപരമായി കരുനീക്കിയിട്ടുണ്ടെങ്കിലും അവസാനം അവിടുന്ന് ഒരു ഘട്ടത്തിൽ അവിടുത്തെ മറുപടി എന്തായിരുന്നു? മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അള്ളാഹു അല്ലേ രണ്ടാളെ സംബന്ധിച്ച് എന്താണ് സിദ്ദീഖ് നിങ്ങൾ മനസ്സിലാക്കിയത്? അള്ളാഹു അവർക്ക് മൂന്നാമനാണ്. അപ്പൊ അള്ളാഹു അതാണ് അള്ളാഹു തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞു ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞു. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് തവക്കുലിന്റെ പൂർണ്ണമായ ഒരു രൂപമായിരുന്നു റസൂലുള്ളാഹി അവിടെ പഠിപ്പിച്ചത്. ഇത് ഹിജ്റയുടെ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള റസൂലുള്ളാഹി തങ്ങളുടെ നിലപാടുകൾ കാണാൻ കഴിയും. ഇപ്പൊ സുറാഖത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. സുറാഖത്ത് റസൂലുള്ളാഹി തങ്ങളെ വധിക്കാൻ വേണ്ടി അടുത്തെത്തുകയാണ്. ഈ അടുത്ത് എത്തുന്ന സമയത്ത് പോലും സുറാഖത്ത് പറയുന്നു, റസൂലുള്ളാഹി ഖുർആൻ ഓതുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ബേജാറ് കൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കണേന്നല്ല, ഒരു ബേജാറുമില്ല. അപ്പോ അതൊക്കെ ആ തവക്കുലിന്റെ പൂർണ്ണ രൂപങ്ങളാണ് ഈ ഘട്ടങ്ങളിലൊക്കെയും കാണാൻ കഴിയുന്നത്. ഇത് ഒരു വലിയ വിഷയമാണ്. ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ. അതായത് തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുലിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വളരെ രൂപത്തിൽ വിവിധ തരത്തിൽ വിശദീകരിച്ചത് കാണാൻ പറ്റും. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വജുംലത്തു തവക്കുലി തഫ്വീദുൽ അംരി ഇലല്ലാഹി ജല്ല സനാഹു വസ്സിഖത്തു ബിഹി. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലെ, അത് എല്ലാ കാര്യങ്ങളും അതെല്ലാം പെട്ടു. ആ കാര്യങ്ങളൊക്കെയും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. അതേപോലെ അള്ളാഹു ആണ് എല്ലാം ചെയ്തു തരുന്നവൻ എന്ന ഉറപ്പുണ്ടാവുകയും ചെയ്യുക. ആ ഉറപ്പ് വിടാതെ നിലനിർത്തുക. ഇതാണ് തവക്കുലിന്റെ ആകത്തുക എന്ന് ഇമാം ബൈഹഖി പറയുന്നു. അതായത് പണ്ഡിതന്മാർ പല തരത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ ആകത്തുക ഇതാണ്. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനെ ഏൽപ്പിക്കുക. മുഴുവൻ അള്ളാഹുവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അധികാരത്തിലുമാണ്. അതുകൊണ്ട് എല്ലാ കാര്യം അവനെ ഏൽപ്പിക്കുക, അവനിൽ ഉറപ്പിക്കുകയും ചെയ്യുക. ഇവിടെ തവക്കുലി എന്ന് പറഞ്ഞാൽ പല നിലക്ക് അതിനെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്.
അത് വാസ്തവത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഇഹ്യായിൽ പറഞ്ഞത് കാണാൻ പറ്റും. വളരെ അതിന്റെ തവക്കുലിന്റെ യഥാർത്ഥം വളരെ അവ്യക്തതയുള്ളതാണ്, വാമിളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വാമിളാണ്, അവ്യക്തത നിറഞ്ഞതാണ്. അപ്പൊ തെറ്റിദ്ധാരണക്കുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ഇവിടെ ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്, ഈ ലോകത്തെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഈ ലോകത്തെ ഘടന ഇത് ഭൗതിക ലോകമാണ്. ഇവിടെ ഭൗതിക ലോകത്തിന്റെ നിയമങ്ങളാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് കാരണങ്ങൾക്ക് അധീനമായും കൊണ്ടാണ്. എന്ന് വെച്ചാൽ മനുഷ്യന് ഇവിടെ പല കാര്യങ്ങളുമുണ്ട്, പല കാര്യങ്ങൾ, ലക്ഷ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾ ഉണ്ട്. അതാണ് അവന്റെ കാര്യങ്ങൾ. ഈ ലക്ഷ്യത്തിലേക്ക്, അവന്റെ ആവശ്യത്തിലേക്ക്, അവൻ നേടേണ്ടുന്ന കാര്യത്തിലേക്ക് ഇവൻ എത്തിപ്പെടണം. അവന്റെ ലക്ഷ്യം, അവന്റെ ആവശ്യം അവന് നേടണം മനുഷ്യന്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളിലേക്ക് എത്തപ്പെടാവുന്ന, എത്തിച്ചു തരുന്ന തരത്തിലുള്ള കാരണങ്ങളെ, മാർഗങ്ങളെ, വഴികളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. കാരണങ്ങൾ അവലംബിച്ചാൽ, ആ മാർഗങ്ങളെ, വഴികളെ അവലംബിച്ചാൽ കാര്യത്തിലേക്ക് എത്തിപ്പെടാം. അങ്ങനെയാണ് സാധാരണ ഈ ലോകത്തിന്റെ ഘടന. കാര്യം നേടാൻ കാരണങ്ങൾ വഴിയാണ്, അത് മാർഗമാണ്. കാരണങ്ങളെ അവലംബിച്ചാൽ കാര്യം നേടാൻ കഴിയുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഘടനയാണ്, അവന്റെ സുന്നത്താണ്. അപ്പോ ഈ കാരണങ്ങളെ അവലംബിക്കുന്നതിൽ മനുഷ്യൻ എത്രത്തോളം വിജയിക്കുന്നോ അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യാൻ പറ്റും, അവന്റെ കാര്യങ്ങളെ നേടാൻ കഴിയും. മനസ്സിലായോ? കാരണങ്ങളെ അവലംബിക്കുന്നതിൽ മനുഷ്യൻ എത്രത്തോളം വിജയിക്കുന്നോ അത്രയാണ് അവൻ അവന്റെ കാര്യങ്ങളെ നേടുന്നത്. അതിലും അവൻ വിജയിക്കുന്നത് ഈ അവലംബത്തിലുള്ള വിജയത്തിനനുസരിച്ചാണ്. ഇങ്ങനെയാണ് അല്ലാഹു തആല സാധാരണഗതിയിൽ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം കാരണങ്ങളെ അവലംബിച്ചാലും ചിലപ്പോൾ കാര്യങ്ങൾ നേടാതിരിക്കാം, അതും സംഭവിക്കാറുണ്ട്. കാര്യം നേടാനുള്ള കാരണങ്ങളെ സ്വീകരിച്ചാലും കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ആവശ്യങ്ങൾ നേടാതിരിക്കാം. എത്ര ചെയ്തിട്ടും കിട്ടാതിരിക്കാം, സ്വാഭാവികമാണ്, സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ കാരണങ്ങളൊന്നും അവലംബിക്കാതെ തന്നെ കാരണങ്ങൾ, ആരാണ് ഈ ബസ് അടിക്കുന്നത്? ആരാണ്? ഹമ്യോ? ആരാലും തർക്കടില്ല, ബസ് അടിക്കരുത്. ക്ലാസ് കഴിഞ്ഞാല് മൈക്കിൽ വന്നാല് എന്തായാലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. കാരണങ്ങളെ, അതെ അദ്ദേഹം തന്നെ, കാരണങ്ങളെ അവലംബിച്ചാൽ കാര്യങ്ങളെ നേടാമെന്ന് പറഞ്ഞല്ലോ. ഇത് സാധാരണഗതിയിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്, അതും അല്ലാഹു തആല തന്നെയാണ് നിശ്ചയിച്ചത്. ഈ കാരണങ്ങളെ അവലംബിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങളെ നേടാൻ കഴിയാതെ പോകാം, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതേസമയം കാരണങ്ങളൊന്നും അവലംബിക്കാതെ തന്നെയും ചിലപ്പോൾ കാര്യങ്ങൾ നേടാറുണ്ട്. ഒരു കാരണത്തും ഇവനൊന്നും ചെയ്തിട്ടില്ല, അവന്റെ കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നേടാറുണ്ട്. ചിലപ്പോൾ ഒരു കാര്യം നേടാൻ അതിനാവശ്യമായ എന്താണ് AP ഉസ്താദിന്റെ വിജയം അങ്ങനെയാണ്. എല്ലാരും കേട്ടില്ലേ? ഈ ചങ്ങായിയുടെ കേടുപ്പ് അതാണ്. AP ഉസ്താദിന്റെ വിജയം അങ്ങനെയാണ്. ആരെ പറഞ്ഞു AP ഉസ്താദ് വിജയിച്ചെന്ന്? ഇതൊന്നും മിണ്ടാതിരിക്കാനായി ഒരു മുതല് കൊടുത്തിട്ടത് ഇതിന്റെ ഇടയിൽ. അപ്പൊ കാരണങ്ങൾ നേടാൻ ഇവന്റെ മൂക്കേറുണ്ട്, ഇവനെ പിടിച്ച് ഒഴിവാക്ക്. ഇവനക്കിതാ ശൈത്താൻ ഇളക്കുന്നുണ്ട്, AP കയറിയതാവും. ഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ഐജില് കയറിയ കുറെ ആൾക്കാരുണ്ട്. അമീർ, ഇവന്റെ പെരടിക്ക് പിടിച്ച് ഒഴിവാക്ക്. ഓരോരുത്തരുടെ കേടുകൾ. നമ്മളിപ്പോ അയാളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനായി കേട് കളക്കണത്?
നമ്മളിപ്പോ അയാളെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവര് ഇങ്ങനെ ഇളകുന്നത്? അപ്പൊ ആകെ എന്ത് പറഞ്ഞാലും ഉസ്താദിനെ മേൽക്ക് കൊള്ളുവോ, ഉസ്താദിന് ബാധിക്കുമോ എന്നുള്ള ഒരു പേടിയിൽ ഇങ്ങനെ നടക്കുകയാണ് ഈ പാവങ്ങളെ. നമ്മളൊന്നും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരു ക്ലാസ് തുടങ്ങിയിട്ട് വിഷയം സംസാരിക്കണുള്ളൂ. അപ്പോഴേക്ക് ബേജാറ്, ഇത് ഉസ്താദിനെ മേൽക്ക് അങ്ങനെ പറ്റുമോ? ഇങ്ങനെ ഒരു ഉസ്താദ് കീറാമുട്ടി വലിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ പിന്നെ. അപ്പോ കാരണങ്ങളെ അവലംബിച്ചില്ലെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നേടാറുണ്ട്. അതേസമയം ഒരു കാര്യത്തിന്, ഒരു ലക്ഷ്യത്തിന്, ഒരാവശ്യം നേടണമെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇതിൽ നിന്ന് ചിലപ്പോൾ നാം ഒരു കാരണം, ഒരു മാർഗം സ്വീകരിക്കും. പക്ഷേ നമുക്ക് കാര്യങ്ങൾ നേടുന്നത് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആയിരിക്കും. നമ്മൾ അവലംബിച്ച മാർഗത്തിലൂടെയല്ല, മറ്റൊരു മാർഗത്തിലൂടെയും ആവാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ കാരണങ്ങളെ ബന്ധപ്പെടുത്തിയും കൊണ്ടാണ് അള്ളാഹു നിശ്ചയിച്ചത്. ഈ ലോകം അങ്ങനെയാണ്, അത് അള്ളാഹുവാണ്. ആ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ മാർഗങ്ങളെ, കാരണങ്ങളെ തീരുമാനിച്ചവൻ ആരാണ്? അള്ളാഹുവാണ്. ആ കാര്യങ്ങൾക്ക് കാരണങ്ങളെ നിശ്ചയിച്ചു കൊടുത്തതും അള്ളാഹുവാണ്. എന്നാൽ ആ കാരണങ്ങളെ, മാർഗങ്ങളെ അവലംബിക്കുമ്പോൾ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം ചിലപ്പോൾ ആ മാർഗങ്ങളെ, കാരണങ്ങളെ അവലംബിക്കുമ്പോഴും കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ, ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ കഴിയാതെ പോകുന്നു. അത് നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? അതുപോലെ തന്നെ കാരണങ്ങളൊന്നും ഇല്ലാതെയും ചിലപ്പോൾ കാര്യങ്ങൾ നേടാൻ കഴിയുന്നു. ഇതൊക്കെ നമ്മെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അഥവാ അതെന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളുടെയും സർവവും പരമവുമായിട്ടുള്ള അധികാരവും ഉടമസ്ഥതയും കൈകാര്യവും അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് അള്ളാഹുവിൻ്റെതാണ്. കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ഒരു മാർഗം മാത്രമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നേടാം, അതതിന് കാരണമാവാം, ആവാതിരിക്കാം എന്നല്ലാതെ കാരണങ്ങൾ സബബുകളല്ല കാര്യങ്ങളെ നമുക്ക് നേടിത്തരുന്നത് എന്നർത്ഥം. ഒരു കാരണങ്ങളും കാര്യങ്ങളെ നമുക്ക് നേടിത്തരുന്നില്ല. അത് കാര്യങ്ങൾ നേടാനുള്ള വഴിയായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു നൽകിയെങ്കിൽ ലഭിക്കും, അള്ളാഹു നിശ്ചയിച്ചെങ്കിൽ, തീരുമാനിച്ചെങ്കിൽ അതിലൂടെ കാര്യം നേടാൻ കഴിയും. അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നേടാൻ കഴിയുകയില്ല എന്നതാണ് അതിന്റെ യഥാർത്ഥം. ഇത് എല്ലാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണത്. പല സംഭവങ്ങളും ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ തീയിലിട്ടാൽ കരിയുക, തീയിൽ കാണിച്ചാൽ കരിയുക എന്നത്, കരിയുക എന്ന കാര്യത്തിനുള്ള ഒരു മാർഗമാണ് തീയിൽ കാണിക്കുക എന്ന് പറഞ്ഞത്. തീ അതിനു വേണ്ടി നിശ്ചയിച്ച ഒരു സബബാണ്, അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. എന്നാൽ സാധാരണഗതിയിൽ അങ്ങനെയാണ്. ചിലപ്പോൾ എന്ത് ചെയ്തു? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോൾ കരിഞ്ഞില്ല. അതെന്തുകൊണ്ട്? തീയ്ക്ക് കരിക്കാനുള്ള കഴിവില്ല. തീ കരിക്കാനുള്ളതാണെന്ന്, ഒരു സബബാണെന്ന് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അത് നടക്കുന്നു എന്നല്ലാതെ തീ കരിക്കുന്നതല്ല. എന്തുകൊണ്ട്? തീയിലിട്ടപ്പോൾ എന്ത് ചെയ്തില്ല? ഇബ്രാഹിം അലൈഹിസ്സലാമിനൊന്നും പറ്റിയില്ല. എന്താ കാരണം? അള്ളാഹു അവിടെ കരിയണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ തീയിലിട്ടാൽ കരിയുന്നുണ്ടെങ്കിൽ അത് കരിയണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ്. തീയിലിട്ടപ്പോൾ കരിഞ്ഞില്ലെങ്കിൽ അത് കരിയണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ്. അപ്പോ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. യുദബ്ബിറുൽ അംറ, അള്ളാഹു തആല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ബാക്കി എല്ലാം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം കാരണങ്ങളായി മാറുന്നു എന്നത് മാത്രമാണ് അവിടെ ഒക്കെയും ഉള്ളത്. അതാണ്. ഇത് തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നേടാൻ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കാരണങ്ങളെ അവലംബിക്കുന്നതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഇത് തരുന്നവനും തടയുന്നവനും തരാതിരിക്കുന്നവനും അള്ളാഹു മാത്രമാണെന്നതാണ് ശരിയായ തവക്കുൽ. അതാണ് ഇമാം ബൈഹഖി പറഞ്ഞത്. അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക. അള്ളാഹുവാണ് എല്ലാം തരുന്നത്, അവനാണ് എല്ലാം തടയുന്നത് എന്ന ഉറപ്പ് ഉണ്ടാവുകയും ചെയ്യുക. അതാണ് മൊത്തത്തിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈഹഖി തന്നെ പറയുകയാണ്, കുല്ലു അംരിൻ ബയ്യനല്ലാഹു ഫീഹി ലിഇബാദിഹി ത്വരീഖൻ ലിയസ്ലുകൂഹു ഇദാ ഉരിള ലഹും ഫത്തവക്കുലു ഇന്നമാ യഖഉ മിൻഹും ഫീ സുലൂകി തിൽക സബീലി. ഏതൊരു കാര്യവും ആ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ അതിന് അല്ലാഹു തആല ഒരു മാർഗം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർഗത്തെ നമുക്ക്
നമുക്ക് അവലംബിക്കാൻ, ആ മാർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഇന്നമാ യഖഉ മിൻഹും ഫീ സുലൂകി തിൽക സബീൽ, അല്ലാഹു നിശ്ചയിച്ച ആ മാർഗത്തെ അവലംബിക്കുന്നതിലാണ് തവക്കുലുള്ളത്. എന്ന് വെച്ചാൽ എന്താ, ഒരു കാര്യം നമുക്ക് നേടാനുണ്ടെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മാർഗവും ഉണ്ടാവുമ്പോ ആ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് ആ നമ്മുടെ ലക്ഷ്യം നേടുക, ആ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് ലക്ഷ്യം നേടുക, ഇതാണ് തവക്കുല്. അതാണ് തവക്കുല്. എന്നല്ലാതെ തനിക്കൊരു ആവശ്യമുണ്ട്, ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നവനും അല്ലാഹു തആലയെ എല്ലാം തരുന്നവൻ, അല്ലാഹു തആലയെ എല്ലാം തടയുന്നവൻ, എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണല്ലോ, എന്നാ പിന്നെ ഞാൻ അള്ളാഹിനോട് ചോദിച്ചോളാം, എന്ത് ചെയ്തും അള്ളാഹ് എനിക്ക് തന്നോളും, അള്ളാഹിനോട് ചോദിച്ചോളാം അള്ളാഹ് എനിക്ക് തന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കലല്ല തവക്കുല്. അതല്ല തവക്കുല്. മറിച്ചെന്താ, ആ നിനക്കിങ്ങനെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവാണ് തരുന്നവൻ, അള്ളാഹുവാണ് തരാതിരിക്കുന്നവനും. അതുകൊണ്ട് അള്ളാഹുവിനോട് തന്നെയാണ് എന്താക്കേണ്ടത്, അള്ളാഹുവിന്റെ മേൽ തന്നെയാണ് ഭാരമേൽപ്പിക്കേണ്ടതും. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയും വേണം. അതേസമയം ആ കാര്യം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പല കാരണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെ അവലംബിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. അതാണ് തവക്കുല്. ഇങ്ങനെ ചെയ്താൽ, കാരണങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിച്ചാൽ, അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ, മുതവക്കിലീന അലല്ലാഹി അസ്സ വജല്ല ഫി അൻ യുൻജിഹ സഅയഹും വയുബല്ലിഗഹും മുറാദഹും കാനൂ ആതീനൽ അംറ മിൻ ബാബിഹി. അപ്പോ അല്ലാഹു നിശ്ചയിച്ച മാർഗത്തിലൂടെ അവലംബിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് ആ കാര്യം നേടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവർ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അതിനെ പ്രവർത്തിക്കുന്നവരായി. ومن جرد التوكل عن التسبب بما جعله الله سببا فلم يعمل لما امر به ولم يأتي الامر من بابه. ആ കാരണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, കാരണങ്ങളൊന്നും ഞാൻ അവലംബിക്കുകയില്ല, കാര്യങ്ങൾക്ക് തരുന്നവൻ അള്ളാഹു ആണല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ അവൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്നവനല്ല. അപ്പോ തവക്കുൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളിലും ഹിജ്റയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വീകരിക്കേണ്ടുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ആവശ്യമായ കരുനീക്കങ്ങളൊക്കെ നടത്തുകയും അവിടെ സാധ്യതയുള്ള വാതിലുകളൊക്കെ അടക്കുകയും ചെയ്തുകൊണ്ട് പോയി. അതേസമയം ഒരു ഘട്ടം വന്നപ്പോഴോ അവിടെ കാരണങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്നതിന്റെ മേലല്ല അവലംബം. അവലംബം എവിടെയാണ്? ഘട്ടം നാം ചെയ്യേണ്ടതൊക്കെ നാം ചെയ്തു തീർത്തു. പിന്നെ ഒരു ഘട്ടം വരുമ്പോഴോ അവിടെ ആ ചെയ്തു തീർത്തതിന്റെ മേലല്ല നാം ഉറപ്പിക്കുന്നതും നാം അവലംബിക്കുന്നതും, മറിച്ച് അല്ലാഹു സാലിസുഹുമ, പിന്നെ അല്ലാഹ് ഉണ്ടല്ലോ, അല്ലാഹു തആല നോക്കിക്കോളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, പിന്നെ കാര്യങ്ങൾ നേടിത്തരുന്നവൻ അല്ലാഹുവാണ്, ലക്ഷ്യം നേടിത്തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു സാലിസുഹുമ, ഇവിടെ അല്ലാഹു തആല എന്താക്കിക്കോളും, നമ്മളെ കാര്യങ്ങൾ നോക്കിക്കോളും, നമുക്ക് പേടിക്കാനില്ല. ഇതാണ് തവക്കുല്. ഇതാണ് തവക്കുല്. ഇതിന് തന്നെ ഇമാം ബൈഹഖി കുറച്ചു കഴിഞ്ഞുകൊണ്ട് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. വാദാഹു വൽ അസ്ലു ഫി ഹാദൽ ബാബി വഹുവ അൻ യസ്തഅമില ഹാദിഹിൽ അസ്ബാബ് അല്ലതി ബയ്യനഹ അല്ലാഹു ലിഇബാദിഹി വഅദിന ഫീഹാ വഹുവ യഅതഖിദു അന്നല്ലാഹ ഹുവ അന്നൽ മുസബ്ബിബ ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് കുറച്ചും കൂടി വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇമാം ബൈഹഖി പറഞ്ഞത് സബബുകളെ അവലംബിക്കലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം ചെയ്യാന്ന് പറഞ്ഞാൽ, എന്നാൽ കാരണങ്ങളെ കാരണങ്ങൾ ആക്കിയവൻ ആരാണ്? അല്ലാഹുവാണ്. സബബുകളെ സബബുകളാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. അപ്പോ ആ കാരണങ്ങളെ നിശ്ചയിക്കുന്നവനും കാരണങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിത്തരുന്നവനും ഒക്കെ അല്ലാഹുവാണ്. ആ ഉറപ്പോടു കൂടി, ആ വിശ്വാസത്തോടു കൂടിയാണ് കാരണങ്ങളെ നാം അവലംബിക്കേണ്ടത്. ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലായ്പ്പോഴും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും ഈ കാര്യം തന്നെയാണ്. അതായത് ചില ഹദീസിൽ കാണാം, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന എന്ന് പറഞ്ഞത് കാണാം. നിങ്ങൾ ശരിയായ തവക്കുലുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഹക്കായ നിലക്കുള്ള തവക്കുൽ ഉള്ളവരാണെങ്കിൽ
ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്റ. പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അല്ലാഹു തആല നിങ്ങളെ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിത്തരും, നിങ്ങൾക്കും റിസ്ക് തരും. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് തരും. പക്ഷെ ശരിയായ തവക്കുൽ ഉള്ളവരാണെങ്കിൽ കമാ യർസുഖു ത്വയ്റ. എന്താ ത്വയ്ർ പക്ഷിക്ക് എന്ന് പറയാൻ കാരണം? അത് പക്ഷെ എങ്ങനെയാ? തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാന. നേരം പുലരുമ്പോ പക്ഷികളൊക്കെ കൂടി പുറത്തേക്ക് പറന്നു പോകുന്നത് നമുക്ക് കാണാം. ഒട്ടിയ വയറും കൊണ്ടാണ് പോകുന്നത്, അതിന്റെ വയറ്റിലൊന്നുമില്ല, വിശന്ന വയറും കൊണ്ട് അത് പുറത്തു പോകുന്നു. വതറൂഹു ബിതാന. വൈകുന്നേരം തിരിച്ചു വരുമ്പോഴോ വയറ് നിറച്ചുകൊണ്ട് തിരിച്ചു വരികയും ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യും. അല്ലാഹു തആല നിങ്ങൾക്ക് ഭക്ഷണം നൽകും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിത്തരികയും ചെയ്യും. എന്താണ് പറഞ്ഞത്? പക്ഷികൾ ഇവിടെ ബിസിനസ് നടത്തുന്നില്ല, ജോലി എടുക്കുന്നില്ല, ശമ്പളം വാങ്ങുന്നില്ല, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും മാർഗങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണോ? അല്ല, അതല്ല പറഞ്ഞത്. മറിച്ച് പക്ഷി വിശക്കുന്നുണ്ട്, പക്ഷിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആ കാരണം കൊണ്ട് പക്ഷി വീട്ടിലിരിക്കല്ല, അതിന്റെ കൂട്ടിലിരിക്കല്ല ചെയ്യുന്നത്. മറിച്ച് പക്ഷി നേരം പുലരുമ്പോൾ പോകുന്നു. എവിടേക്കാ പോകുന്നത്? ഭക്ഷണം തേടി പോകുന്നതാണ്. എവിടെയെങ്കിലൊക്കെ അതിന്റെ ഭക്ഷണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും, അവൻ തേടി പോവാൻ. അങ്ങനെ അത് അന്വേഷിക്കുന്നു, സാധ്യതകളുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പരിശോധിച്ചു, അധ്വാനിച്ചു, അതിനെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അത് ശ്രമിച്ചു. അങ്ങനെ ശ്രമിക്കുമ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവിടെ അതിനുള്ള മാർഗങ്ങളെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് എന്താക്കുന്നു? അതിന് ഭക്ഷണം കൊടുക്കുന്നു. ഇതുപോലെയാണ് കാര്യങ്ങൾ. അതായത് ഈ പക്ഷി പുറത്തു പോയി അന്വേഷിച്ചത് കൊണ്ടാണോ പക്ഷിക്ക് ഭക്ഷണം കിട്ടിയത്? അല്ലെങ്കിൽ പക്ഷി ഇങ്ങനെ അന്വേഷിച്ചു, പല സ്ഥലത്തും പോയി തെരഞ്ഞു നോക്കി, എവിടെയെങ്കിലും വല്ല മാങ്ങ കൊത്തി തിന്നാനുണ്ടോ, അല്ലെങ്കിൽ വല്ലെങ്കിലും കൊത്തി തിന്നാനുണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധിച്ചത് കൊണ്ട് അവിടെ ഉണ്ടായതാണോ? അതല്ല. അത് പരിശോധിച്ചു, അല്ലാഹു തആല അത് ഉണ്ടാക്കി കൊടുത്തു. അത് പരിശോധിച്ചത് എന്തായി? അത് അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. ഇത് പ്രകാരമാണ് ഹക്കായ തവക്കുൽ എന്ന് വെച്ചാൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നേടാൻ നമുക്ക് നിശ്ചയിക്കപ്പെട്ട മാർഗങ്ങളുണ്ട്, അനുവദിക്കപ്പെട്ട മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ നാം ശ്രമിക്കണം, അധ്വാനിക്കണം. അപ്പെന്ത് ചെയ്യും? അല്ലാഹു തആല നമുക്ക് നമ്മുടെ കാര്യങ്ങളെ മുന്നിൽ കൊണ്ടുവരും. അത് നമ്മൾ കണക്ക് കൂട്ടുന്ന തരത്തിലാവാം, കണക്ക് കൂട്ടാത്ത തരത്തിലുമാകാം. അത് തവക്കുൽ ശരിയായ രൂപത്തിലാവുമ്പോൾ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ എന്താവും? അല്ലാഹു തആല വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു തആലയാണ് പിന്നെ എന്താക്കുന്നത്? കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവൻ. ഇതുപോലെയാണ് ശരിയായ തവക്കുൽ എന്ന് പറഞ്ഞാൽ. എന്നല്ലാതെ ഒരു പണിക്കും പോവില്ല, ഒരു ജോലി എടുക്കില്ല, തന്റെ കാര്യങ്ങളൊക്കെ നേടുകയും വേണം, എന്നിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക, അങ്ങനെ ഒരു തവക്കുലല്ല. അതല്ല തവക്കുല്. ശരിയായ സാധാരണ നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, തവക്കുൽ എന്ന് പറഞ്ഞാൽ അതിന് വലിയ നിലവാരങ്ങളുണ്ട്. ഓരോരുത്തരിലേക്കും ചേർത്തി നോക്കുമ്പോൾ തവക്കുൽ ഏറ്റ വ്യത്യാസമുള്ളതാണ്. എല്ലാവരും ഒരുപോലെ തവക്കുലുള്ളവരല്ല. അതുകൊണ്ട് ആളുകളുടെ ഈമാന്റെ നിലവാരത്തിനനുസരിച്ച് തവക്കുലിൽ തന്നെ ഏറ്റവും വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ ഒരു ശരിയായ തവക്കുൽ എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രൂപമാണ്. ഈ പക്ഷിയെ പോലെയാണ് ചെയ്യേണ്ടത്. അത് അധ്വാനിക്കുന്നു, അതിനെ കൊണ്ട് കഴിയുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നു. അപ്പോൾ അല്ലാഹു തആല അതിന്റെ കാര്യങ്ങളെ അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല ഹദീസുകളിലായി പല രൂപത്തിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരും എന്താകരുത്, അല്ലാഹു തആല നിശ്ചയിച്ച മാർഗങ്ങളെ അവലംബിക്കുക തന്നെ വേണം. അതിന് കഴിയുന്ന, അധ്വാനിക്കാൻ കഴിയുന്ന ശക്തനായ ആരോഗ്യവാനായ മുഅ്മിനാണ് ഏറ്റവും ഖൈർ. അവനാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ. മിനൽ മുഅ്മിനിൽ ദഈഫി, അതിനൊന്നും സാധിക്കാത്ത ദുർബലനായ മുഅ്മിനേക്കാളും ഖൈർ ആരാണ്? ഖവിയായ മുഅ്മിനാണ്. വഫീ കുല്ലിൽ ഖൈറുൻ, എല്ലാവരിലും ഖൈറുണ്ട്, എല്ലാ മുഅ്മിനും ഖൈർ തന്നെ. പിന്നെ യഹ്രിസ് അലാ മാ യൻഫഉക, പക്ഷെ നിനക്ക് ഗുണം കിട്ടുന്ന, നിനക്ക് നന്മയാകുന്ന ഗുണമുള്ള കാര്യങ്ങൾ നേടാൻ നീ എന്തായിരിക്കണം? ശ്രദ്ധയുള്ളവനായിരിക്കണം. നിന്റെ നന്മക്കും നിന്റെ ഗുണത്തിനും വേണ്ടി എന്തായിരിക്കണം? നീ ശ്രദ്ധിക്കണം. അത് നിന്റെ പണിയാണ്. വലാ തഅജസ്, നീ അശക്തനായി തീരണ്ട. നിനക്ക് ആവശ്യമുണ്ട്, മോശമില്ലാത്ത ശമ്പളം കിട്ടണം, ചെറിയൊരു ശമ്പളത്തിനപ്പം നിൽക്കുന്നത് ആവശ്യമുണ്ട്. എന്നാൽ പിന്നെന്താ വേണ്ടത്? ഞാനിപ്പോൾ ജോലി ഉണ്ടല്ലോ, അതങ്ങനെ കൂടിയാൽ മതിയോ? അങ്ങനെ കൂടണം. അതേ സമയത്ത്
ഖൈറായ മെച്ചമുള്ള ജോലി കിട്ടാൻ വേണ്ടി എന്തായിരിക്കണം, നമുക്ക് അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗത്തിലൂടെ ശ്രമിക്കുകയും വേണം. അവിടെ അശക്തനായി നിൽക്കരുത്. ഫൈൻ ഗലബക അംറുൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നേടാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ നീ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ നേടാൻ കഴിയുന്നില്ല, ഒന്നും നേടാൻ കഴിയുന്നില്ല, എന്നാലോ അവിടെ എന്താക്കേണ്ടതില്ല, വേവലാതിപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ നീ അവിടെ നിരാശപ്പെടേണ്ടതില്ല. ഫഖുൽ, അപ്പൊ നീ പറയേണ്ടത് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തആല നിശ്ചയിച്ചു, അവൻ നിശ്ചയിച്ചത്, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു. അതായത് ഞാൻ ഈ കാര്യങ്ങൾക്ക് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ നേടാൻ കഴിയുന്നത്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ഞാൻ മാർഗങ്ങളൊക്കെ അവലംബിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല, അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയാലോ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു. അപ്പൊ പിന്നെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ കാര്യങ്ങൾ അവലംബിച്ചതിന്റെ പേരിലും കാരണങ്ങൾ അവലംബിച്ചതിന്റെ പേരിലും ഞാൻ അധ്വാനിച്ചതിന്റെ പേരിലുമാണ് എന്ന ഒരു വിഷയം അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഈ അധ്വാനിച്ചതൊക്കെ വെറുതെ ആയി പോയോ, ഞാൻ അധ്വാനിച്ചതിലുള്ള വീഴ്ച കൊണ്ടാണോ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നതല്ല നാം സ്വീകരിക്കേണ്ട വഴി. മറിച്ച് എന്താണ്, നാം അധ്വാനിക്കണം കഴിയുന്ന വിധത്തിൽ, അശക്തനായി പോവരുത്. പക്ഷേ നേടാൻ കഴിഞ്ഞില്ലെങ്കിലോ ഫഖുൽ, അപ്പൊ നീ പറയേണ്ടത് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തആല തീരുമാനിച്ചു, തരണ്ടാൻ തീരുമാനിച്ചു അല്ലാഹു തആല, വമാ ശാഅ ഫഅൽ, അവൻ എന്താ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. വഇയ്യാക വല്ലൗ, ലൗ എന്ന് പറയുന്നത് എന്താക്കരുത്, നീ സൂക്ഷിക്കണം, അത് പറയാൻ പാടില്ല. അതായത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത് കിട്ടിയിരുന്നു കേട്ടോ, അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യം നേടായിരുന്നു കേട്ടോ, ഇങ്ങനെയുള്ള ഖേദത്തെ അറിയിക്കുന്ന ലൗ, ആ ഭാവ ഫൈന ലൗ, ഈ പറയുന്ന ഈ രൂപത്തിലുള്ള ഖേദം പറയലുണ്ടല്ലോ, തഫ്തഹു അമല ശൈത്താൻ, അത് ശൈത്താന്റെ പണികൾക്ക് വഴി തുറക്കുന്നതാണ്. പിന്നെ ശൈത്താനാവും അവിടെ പണിയെടുക്കുക, അവിടെ പിന്നെ ശൈത്താന്റെ വാല് തുറന്നു കൊടുക്കലായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യവും നമ്മൾ നേടുന്നത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടൊന്നല്ല, നാം കാരണങ്ങളെ അവലംബിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നല്ലാതെ ഒരു കാര്യവും ഇവിടെ നേടിത്തരുന്നത് കാരണങ്ങൾ അല്ല. ഇത് കൃത്യമായി എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ്, ഒരു കാര്യങ്ങളെയും നാം നേടുന്നത് നാം അവലംബിക്കുന്ന കാരണങ്ങളല്ല നമുക്കത് നേടിത്തരുന്നത്. അങ്ങനെയാണ് ഒരു കാര്യവും, എന്ത് കാര്യമാവട്ടെ, ഒരു കാര്യവും നാം നേടുന്നത് എന്തുകൊണ്ടല്ല, നാം സ്വീകരിച്ച അവലംബിച്ച കാരണങ്ങളല്ല നമുക്ക് കാര്യങ്ങളെ നേടിത്തരുന്നത്. അത് സ്വീകരിച്ചാലും അത് നേടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു നേടിത്തരുന്നത് മാത്രമാണ്. സ്വീകരിച്ചാലും ആ മാർഗങ്ങളെ സ്വീകരിച്ചാലും നേടുന്നില്ലേ, അള്ളാഹു നൽകാത്തത് കൊണ്ട് മാത്രമാണ്. കാര്യങ്ങൾ യുദബ്ബിറുൽ അംറ അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹു ആണ് അത് തീരുമാനിക്കുന്നത്. കാരണങ്ങളോ അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെ അവലംബിച്ചാൽ നേടാം, നേടാതിരിക്കാം. നേടിയാൽ അള്ളാഹു തന്നു, നേടില്ലെങ്കിലോ അള്ളാഹു തന്നിട്ടില്ല, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ എപ്പോഴും വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. എന്ന് വെച്ചാൽ നാം ഒരിക്കലും നാം ചെയ്യുന്ന അധ്വാനത്തിന്റെ നമ്മുടെ യുക്തി, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്താശേഷി, നമ്മുടെ വിളവ്, അല്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നേടുന്നത്, എന്റെ ബിസിനസ് മെച്ചപ്പെടുന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു വരുന്നത്, എന്റെ ആ കാരണങ്ങൾ, എന്റെ കയ്യിലുള്ള കാരണങ്ങളാണ് എനിക്ക് നേടിത്തരുന്നത് എന്ന ഒരു വിശ്വാസം, ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് പൂർണ്ണമായും തെറ്റാണ്. മറിച്ച് എല്ലാ കാര്യങ്ങളും അള്ളാഹു മാത്രമാണ് നേടിത്തരുന്നവൻ. ഞാൻ എന്നെക്കൊണ്ട് അനുവദിക്കപ്പെട്ട, എന്നെക്കൊണ്ട് സാധ്യമായ മാർഗങ്ങളെ സ്വീകരിക്കുന്നു, ഈ മാർഗങ്ങളിലൂടെ അള്ളാഹു എനിക്ക് നേടിത്തരുന്നു എന്നല്ലാതെ കാരണങ്ങൾ അല്ല കാര്യങ്ങളെ നേടിത്തരുന്നത്. കാരണങ്ങൾ അല്ല കാര്യങ്ങളെ നേടിത്തരുന്നത്. ഇത് എല്ലാ കാര്യത്തിലും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതെന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാരിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ ഒരാൾ ജോലി എടുക്കാൻ പോവും, ഒരാൾ അധ്വാനിക്കാൻ വേണ്ടി പോവും, മറ്റേ ആൾ അധ്വാനിക്കാൻ പോവില്ല. മറ്റേ ആൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്നിരുന്നു കൊണ്ട് ഇൽമു പഠിക്കും.
ഒരു സഹോദരൻ ജോലി എടുക്കാൻ വേണ്ടി പോകും, മറ്റേ ആള് എൽമു പഠിക്കാനും വേണ്ടി പോകും. അപ്പൊ തങ്ങളുടെ സദസ്സിൽ ചെന്നിരുന്നിട്ട് എൽമു പഠിക്കുക അത് വലിയൊരു അമലാണല്ലോ. മറ്റാൾക്ക് അതിന് ഒന്നും കൂടുതൽ കഴിയില്ല, ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്തൊക്കെ പോവുള്ളൂ എൽമു പഠിക്കാൻ. ഒരാൾ എൽമു പഠിക്കാൻ വേണ്ടി പോകും. ഫശക്കൽ മുഹ്തരിഫു അഖാഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ജോലിക്ക് പോകുന്ന ആൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് വേവലാതിപ്പെട്ടു, കേസ് പറഞ്ഞു. ആരെ? ജോലിക്ക് പോവാത്ത സഹോദരനെ സംബന്ധിച്ച്. അതെന്താ? ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോവുക, പണിയൊക്കെ എടുക്കുക, അധ്വാനിക്കുക, എന്നിട്ടോ മൂപ്പരിന്റെ കൂടെ വന്നിരുന്ന് തിന്നും ചെയ്യും. അപ്പൊ ഇയാൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ ഒരു പ്രയാസം, ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ കാര്യമുള്ളത്. ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകുന്നു, ഞാൻ അധ്വാനിക്കുന്നു, മറ്റാളിങ്ങനെ എൽമു പഠിക്കുന്ന ആളായിട്ട് നടക്കുന്നു, മൂല്യരാണ് അല്ലെങ്കിൽ എൽമു പഠിക്കാൻ പോണ ആളാണ്, മൂപ്പര് ജോലിക്കൊന്നും പോവില്ല, അങ്ങനെ ഉണ്ടല്ലോ. ആ മൂപ്പര് വന്നിട്ടോ ഇയാളെ കൂടെ വന്നിരുന്നു, സഹോദരന്റെ കൂടെ വന്നിരുന്നു തിന്നും ചെയ്യും. അപ്പൊ ജോലിക്ക് പോണ സഹോദരൻക്ക് ഒരു വിഷമം സ്വാഭാവികമാണ് ഉണ്ടാവല്. ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഓൻ തിന്നണത്, മൂപ്പരാൾ തിന്നണത് ഞാൻ അധ്വാനിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു കേസ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോ അപ്പ റസൂലുള്ളാഹി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതെന്താണെന്നല്ലേ? ലഫഖാല ലഅല്ലക തുർസഖു ബിഹി, ലഅല്ലക തുർസഖു ബിഹി, നീ ജോലി എടുത്തത് കൊണ്ടാണ് നിനക്ക് റിസ്ക് കിട്ടുന്നത്. നീ ജോലി എടുത്തിട്ട് നിനക്ക് റിസ്ക് കിട്ടിയിട്ടാണ്, അതുകൊണ്ടാണ് നീയും കഴിക്കുന്നത് നിന്റെ സഹോദരനും കഴിക്കുന്നത് എന്നാണ് ഇപ്പൊ നീ മനസ്സിലാക്കിയത്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ലഅല്ലക തുർസഖു ബിഹി, നിനക്ക് റിസ്ക് കിട്ടുന്നത് നീ ജോലി എടുക്കുന്നത് കൊണ്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിനക്ക് റിസ്ക് കിട്ടുന്നത് ഇയാളുടെ ബർക്കത്ത് കൊണ്ടാവാം. ആരെ? റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന മുതഅല്ലിമായ ഇൽമു പഠിക്കുന്ന ആ സഹോദരന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കാം നിനക്ക് ഏത് കിട്ടുന്നത്, റിസ്ക് കിട്ടുന്നത്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സഹിഹ ഹദീസാണത്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഒരാള് ജോലിക്ക് പോകുന്നു, അധ്വാനിച്ചുകൊണ്ട് ജോലി എടുത്തുകൊണ്ട് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും കഴിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നുകയാണ്, ഞാൻ മാത്രം ജോലി എടുത്തിട്ട് ജീവിക്കാനുള്ള വഴി കണ്ടെത്തുന്നു എന്ന വിഷമം തോന്നുമ്പോ അദ്ദേഹം ചെന്നിട്ട് ആരോട് പറഞ്ഞു? റസൂലുള്ളാഹി തങ്ങളോട് കേസ് പറയാണ്, ഞാൻ മാത്രം ജോലിക്ക് പോവാണ്, ഞാൻ മാത്രമാണ് ജീവിക്കാനുള്ള വഴി കണ്ടെത്തുന്നത് അധ്വാനിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്താ? അധ്വാനിച്ച ആൾക്ക് അധ്വാനിച്ചിട്ട് അതിന്റെ പേരിൽ റിസ്ക് കിട്ടി എന്നല്ലേ പോയി പറയണത്. അപ്പൊ മറുപടി പറഞ്ഞത് എന്താ? ലഅല്ലക തുർസഖു ബിഹി, നിനക്ക് അധ്വാനിച്ചിട്ട് നിന്റെ റിസ്ക് കിട്ടുന്നത് നീ അധ്വാനിച്ചതുകൊണ്ട് കിട്ടണമെന്ന് ആയിക്കൊള്ളണമെന്നില്ല. എന്താവാം നിന്റെ സഹോദരൻ എൽമു പഠിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ, അയാൾ ചെയ്യുന്ന ഒരു വലിയ അമലാണല്ലോ, അതിന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കാം നിനക്ക് റിസ്ക് കിട്ടുന്നത്. ഒരു ജോലിക്കും പോകാതെ എൽമു പഠിക്കാൻ കുത്തിരിക്കുന്ന ആള് അദ്ദേഹത്തിനും കൂടി ഭക്ഷണം കൊടുക്കണ്ടല്ലോ, അതിന്റെ ബർക്കത്ത് കൊണ്ടാവാൻ നിനക്ക് എന്താക്കുന്ന റിസ്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ജോലിയെടുക്കുകയാണ്. സാധാരണഗതിയിൽ ജോലിയെടുത്താൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ റിസ്ക് അദ്ദേഹത്തിന്റെ ജീവിതമാർഗമാവും. അങ്ങനെയുള്ള സാധാരണഗതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത്, നിന്റെ കാര്യം നീ നേടുന്നത് നീ അവലംബിച്ച മാർഗം സബബ് കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് സാധാരണഗതിയിൽ. പക്ഷെ അള്ളാഹു നിനക്കത് തരുന്നത് എന്തുകൊണ്ടാവാം? ചിലപ്പോ നിന്റെ സഹോദരൻ എൽമു പഠിക്കാൻ വേണ്ടി പോകുന്ന സഹോദരൻക്കും കൂടി ഭക്ഷണം കൊടുത്ത് കൂടെ കഴിക്കുന്നത് കൊണ്ട് അയാളുടെ ബർക്കത്ത് കൊണ്ട് കിട്ടുന്നതും ആവാം. അത് നീ കൊടുക്കാതിരുന്നാലോ, നീ എത്ര പോയി അധ്വാനിച്ചാലും നിനക്ക് അള്ളാഹു തആല അതിൽ കൂടെ എന്തായിക്കൊള്ളുന്നില്ല, നിന്റെ റിസ്ക് തന്നോളണമെന്നില്ല. അപ്പൊ കാരണങ്ങളെ സാധാരണഗതിയിൽ നാം അറിയുന്ന കാരണങ്ങളെ അവലംബിച്ചാൽ അതിലൂടെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നേടുന്നത് എന്നൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ കാര്യം നേടാൻ നമുക്ക് അല്ലാഹു തആല കാരണം മറ്റെന്തെങ്കിലും ആവാൻ ചിലപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ടാവാം. കാരണം തരുന്നവൻ അല്ലാഹുവാണ്. അതിനുള്ള വഴിയോ കാരണങ്ങളോ അത് പലതാണ്. അപ്പൊ മറ്റേതെങ്കിലും നാം അവലംബിക്കുന്ന നാം മനസ്സിലാക്കുന്ന മാർഗത്തിലൂടെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലാത്ത മാർഗത്തിലൂടെയും ആവാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇദ്ദേഹത്തിന് റിസ്ക് ലഭിച്ചു. ഈ റിസ്ക് ലഭിക്കുന്നത്
അദ്ദേഹം സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാർഗം സ്വീകരിച്ചത് കൊണ്ടാണോ? അവിടെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെന്താ പറഞ്ഞത്? അതൊന്നും അല്ലാത്ത തരത്തിലും ഒരു അഭൗതികമായ മാർഗത്തിലൂടെയാവാം ആ കിട്ടുന്നത്. അതെന്താ? ഒരാള് ഇൽമു പഠിക്കാൻ പോയിരിക്കുന്നു, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ കാരണം ഇവിടെ രണ്ടെണ്ണുണ്ട്. ഇപ്പോ ഇദ്ദേഹത്തിന് ജോലിയെടുക്കാൻ പോകുന്ന ആൾക്ക് ഭക്ഷണം ലഭിക്കാൻ, അദ്ദേഹത്തിന്റെ ജീവിതമാർഗം ലഭിക്കാൻ ഇവിടെ രണ്ട് കാരണമുണ്ട്. ഒന്ന്, അദ്ദേഹം ജോലി എടുക്കുന്നു എന്നുള്ള ഒരു ഭൗതികമായ ഒരു കാരണമുണ്ട്, സാധാരണ ഒരു കാരണമുണ്ട്. രണ്ടാമത്തേത്, മറ്റൊരാള് എൽമു പഠിക്കാൻ പോകുന്ന ആൾക്ക് ഇയാൾ ഭക്ഷണം കൊടുക്കുന്നു, അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇയാൾക്ക് റിസ്ക് കിട്ടുന്നത് എന്ന് മറ്റൊരു കാരണമുണ്ട്. രണ്ട് കാരണമുണ്ട്. ആ രണ്ടാമത്തെ കാരണം കൊണ്ടായിരിക്കാം നിനക്ക് റിസ്ക് കിട്ടുന്നത്. ജോലി എടുക്കാൻ അധ്വാനിക്കാൻ പോകുന്ന ആളോടാണ് പറയുന്നത്, നിനക്ക് റിസ്ക് കിട്ടുന്നത് ഈ അധ്വാനിച്ചതുകൊണ്ടായിക്കൊള്ളണം എന്നില്ല, നിനക്ക് റിസ്ക് കിട്ടുന്നത് മറ്റാളെ ബർക്കത്തുകൊണ്ടാവാൻ. അപ്പോ ഇതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ, ഇതൊരു ഉദാഹരണമാണ്, നമ്മളെ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് യഥാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്താണ്? കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗങ്ങളെ, സബബുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സബബുകൾ സാധാരണ നാം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും അറിയുന്നതും നാം എല്ലാവരും അവലംബിക്കുന്ന, മനുഷ്യർക്ക് എല്ലാവർക്കും അവലംബിക്കാൻ പറ്റുന്ന സാധാരണ കാരണങ്ങളും കാര്യങ്ങൾക്കുണ്ട്. അതേസമയം അസാധാരണമായ, എല്ലാവർക്കും മനസ്സിലാക്കാനും എല്ലാവർക്കും അവലംബിക്കാനും പറ്റാത്ത അസാധാരണമായ കാരണങ്ങളും ഉണ്ട്. കാര്യം ഇവിടെ എന്താ? കാര്യം ഇവിടെ ജീവിക്കാനുള്ള മാർഗം നേടുക എന്നുള്ളതാണ്. അത് അദ്ദേഹം നേടുന്നുണ്ട്. അതിനുള്ള കാരണം ഒന്നുകിൽ അദ്ദേഹം ജോലി ചെയ്തതാവാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു മുതഅല്ലിമായ ഇൽമു പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ടാവാം. അതൊരു അസാധാരണ കാരണമാണ്. കാരണങ്ങൾ സാധാരണയായ കാരണങ്ങളുമുണ്ട്, അസാധാരണയായ കാരണങ്ങളുമുണ്ട്. ഏതുകൊണ്ടും നേടാം. കാരണം നേടിത്തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അതിന് അള്ളാഹു നിശ്ചയിച്ച പല മാർഗങ്ങളും ഉണ്ടാവാം, അതിൽപ്പെട്ട ഏത് മാർഗം കൊണ്ടുമാവാം എന്നല്ലാതെ ഭൗതിക കാരണങ്ങൾ മാത്രമാണ് കാര്യങ്ങൾ നേടാൻ ഇവിടെ ഉള്ളൂ എന്നത് പൊട്ടത്തരാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ ഭൗതികമായ മാർഗങ്ങളിലൂടെ മാത്രമേ കാര്യങ്ങളെ നേടാൻ കഴിയൂ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിവരക്കേടാണ്. അവർ യഥാർത്ഥത്തിൽ അവരുടെ യുക്തിയുടെയും സാധാരണ അനുഭവങ്ങളുടെയും അല്ലെങ്കിൽ ആ കാണുന്ന കാരണങ്ങളെ അവലംബിക്കുന്നവരാണ്. അവരെ തൗഹീദ് ശരിയായിട്ടില്ല, അവരെ തവക്കുൽ ശരിയായിട്ടില്ല. അതായത് ഈ തവക്കുലും തൗഹീദും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തൗഹീദും തവക്കുലും തമ്മിൽ അഭേദ്യമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തവക്കുലിന്റെ അസ്ല് തന്നെ തൗഹീദാണെന്നാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തവക്കുലിനെ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഇഹ്യായിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. തൗഹീദ് എന്ന് പറയുന്നത് തവക്കുലിന്റെ അസ്ലാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഏതില്ല, വേർപിരിയുന്നതല്ല. എത്രത്തോളം തൗഹീദ് ഒരാളുടേത് പൂർണ്ണമാകുന്നോ അതിനനുസരിച്ച് അയാളുടെ തവക്കുലും പൂർണ്ണമായിക്കൊണ്ടിരിക്കും. അത് നമുക്ക് മറ്റു പല വിഷയങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റുമ്പോ ഇഖ്ലാസ്, തവക്കുല്, തൗഹീദ് ഇതൊക്കെ കെട്ടിപ്പണഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേർപിരിയാതെ കിടക്കുന്ന വിഷയങ്ങളാണ്. ഇഖ്ലാസ് ഒന്ന് വേറെയും തൗഹീദ് ഒന്ന് വേറെയും അല്ലെങ്കിൽ തവക്കുൽ ഒന്ന് വേറെയും അല്ല. ഇതൊക്കെ ഒന്നൊന്നിന്റെ പൂരകങ്ങളും ഒന്നൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഒന്നും വേർപിരിയാത്തതാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വിരുദ്ധമാകുന്ന, ഇഖ്ലാസിന്റെ വിരുദ്ധമാകുന്ന റിയാവും തൗഹീദിന്റെ വിരുദ്ധമായി പറയുന്ന ശിർക്കും തമ്മിൽ ഏതില്ല, വേർപിരിയുകയില്ല. ശിർക്കും റിയാവും എന്താണ്? റിയാവിനെ സംബന്ധിച്ച് ഷിർക്ക് എന്ന് പറയും. കാരണം എന്താണ്? അത് വേർപിരിയുന്നതല്ല. എങ്കിൽ അതുപോലെ തന്നെയാണ് ഇഖ്ലാസും തൗഹീദും തവക്കുലൊക്കെ വേർപിരിയാതെ കിടക്കുന്നതാണ്. തവക്കുലിന്റെ അടിത്തറ തന്നെ തൗഹീദാണ്. അപ്പൊ അത് വേർപിരിയുന്നതല്ല. ഈ തവക്കുലിൽ വരുന്ന കുറവാണ് ചില ആളുകളുടെ തൗഹീദിന് പറ്റിയ തകരാറ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ സ്റ്റേജിന്മേൽ കയറിയിട്ട് 400 വട്ടം ചൊല്ലിപ്പറയലൊന്നും അല്ല. അത് തിരിച്ചറിയാനും കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചില ആളുകൾക്ക് ആ വിഷയത്തിലൊക്കെ അബദ്ധം പിണഞ്ഞത്.
യഥാർത്ഥത്തിൽ തവക്കുലും തൗഹീദും വേർപിരിയുന്നതല്ല. എത്രത്തോളം തൗഹീദിൽ ഒരാൾ പൂർണ്ണനായി തീരുന്നോ അത് വലിയ ഗ്രേഡുകളുണ്ട്, വലിയ വലിയ വ്യത്യാസങ്ങൾ ആളുകൾക്കിടയിലുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായി മനുഷ്യനങ്ങോട്ട് മുക്തമാകുന്ന ഒരവസ്ഥ, അള്ളാഹ് എന്നതിനല്ലാതെ മറ്റൊന്നിനും മനുഷ്യനിൽ ഒരു സ്ഥാനവും ഇല്ലാത്തൊരവസ്ഥ വരെ മനുഷ്യനുണ്ടായിത്തീരും. ആ എല്ലാത്തിൽ നിന്നും തജറുദാകുന്ന പൂർണ്ണമായി മുക്തനാകുന്ന ഒരു സ്ഥിതി അതും മനുഷ്യനിൽ ഉണ്ടാകും. വലൗ ഖാതറത്ലി ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി യൗമൻ ഹകംതു ബിരിദ്ദതി എന്ന് മഹാന്മാർ പലരും പറഞ്ഞില്ലേ. എന്റെ ഖാതിറിൽ, എന്റെ ഹൃദയത്തിൽ നീ അല്ലാത്ത മറ്റെന്തെങ്കിലും ഒന്ന് ഉദിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഹൃദയത്തിൽ നീ അല്ലാത്ത മറ്റൊന്നിന് സ്ഥാനമുണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് റിദ്ദത്താണ്, മുർത്തദ്ദാണെന്നാണ് ഹുക്മ്. എന്താ ഈ പറയുന്നത്? നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയമാണ്, ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതിപ്പോ സ്വാഭാവികമാണ്, നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പൊ 5 വക്ത് നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട നമസ്കാരം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിന് താഴെ നമ്മൾ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട്, മനസ്സും അള്ളാഹുവിന് മാത്രം നൽകിയും കൊണ്ട് ആ ഒരു 5 മിനിറ്റ് നമസ്കരിക്കാൻ നമുക്ക് എത്രയോണ്ട് സാധിക്കാറുണ്ട്? നമുക്കത് വളരെ പ്രയാസമാണ്, നമ്മുടെ അനുഭവമാണ്, അല്ലെ? എങ്കിൽ പിന്നെ അള്ളാഹുവിന് മാത്രം ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നവരെ നമസ്കാരക്കാരുമില്ലേ എന്നല്ല. നമസ്കരിക്കുമ്പോൾ മാത്രമല്ല, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇവിടെ അല്ലേ? അതുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ ഒന്നിരിക്കലും നിൽക്കുകയാവും, അല്ലെങ്കിൽ ഇരിക്കാവും, അല്ലെങ്കിൽ കിടക്കുകയാവും. ഇതല്ലാത്തൊരവസ്ഥ അല്ലല്ലോ. സാധാരണയിൽ മനുഷ്യന്റെ ഒരു 3-4 അവസ്ഥയാണുള്ളത്. ഈ 3 അവസ്ഥയിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, അപ്പോ എല്ലാ സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള പറഞ്ഞല്ലോ. അവർ നിസ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹനെയാണ് അവരുടെ മനസ്സിലുള്ളത്. അള്ളാഹുവിനെ അവർ മറക്കൂല. അങ്ങനെയുള്ള ആളുകളോടുണ്ട് എന്നുള്ള പറഞ്ഞു. നമ്മളോ അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോലും അള്ളാഹിനെ കുറിച്ചൊന്നും ശരിക്കും ഓർക്കാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോ കടലിന്റെ അക്കരെ ഇക്കരെയാണെന്ന് മാത്രം. അപ്പോ സ്വാഭാവികമായിട്ടും ശരിക്ക് അള്ളാഹു അല്ലാത്ത മറ്റ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മനസ്സ് വേർപെട്ട് മനസ്സ് അള്ളാഹുവിന് മാത്രം അർപ്പിച്ച, അള്ളാഹു അല്ലാത്ത മറ്റൊന്നും മനസ്സിൽ ഉദിക്കാൻ അനുവദിക്കാത്ത ആളുകളുമുണ്ട്. അത്തരക്കാരുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാനും നമുക്കത് പ്രാവർത്തികമാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല എന്നതുകൊണ്ട് അതൊക്കെ ഇല്ല എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഈ ദിക്ർ ചെയ്യുന്ന വിഷയം പോലെ തന്നെയാണ്, അതന്നെയാണ് വിഷയം. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ അത് റിദ്ദത്താണെന്ന് ഹുക്മ. അപ്പൊ തൗഹീദിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമാണ് ആ കാണുന്നത്. അത്തരക്കാരൊരു തവക്കുലുണ്ടായിരിക്കും, അത്തരക്കാരായ ആളുകളുടെ ഒരു തവക്കുലുണ്ടായിരിക്കും. അത് വേറൊരു ലോകമാണ്. സാധാരണഗതിയിലുള്ള നമ്മുടെ അവസ്ഥയല്ല പറയുന്നത്. ചുരുക്കത്തിൽ തൗഹീദ് എന്ന് പറയുന്നതും തവക്കുൽ എന്ന് പറയുന്നതും അഭേദ്യമായി കിടക്കുന്ന, വേർപിരിയാതെ കിടക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിൽ നിശ്ചയിച്ച, അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിക്കിട്ടാൻ അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ച സബബുകൾ ഉണ്ട്. ഈ സബബുകൾ അവലംബിക്കുക എന്ന് പറയുന്നത് ഏതല്ല, സാധാരണഗതിയിൽ തൗഹീദിനെതിരല്ല. അതുകൊണ്ട് ആ കാരണങ്ങളെ അവലംബിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണങ്ങൾ പലതുണ്ട്. ഒരു കാര്യത്തിന് തന്നെ നേടാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അതിൽ നിന്ന് ചിലത് നാം അവലംബിക്കുന്നു. അപ്പോൾ അതായിരിക്കാം കാര്യം നേടാനുള്ള കാരണം വഴി. അതല്ലെങ്കിലോ മറ്റേതെങ്കിലും നാം അവലംബിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത, ശ്രദ്ധിക്കാത്ത മറ്റേതെങ്കിലും കാരണങ്ങളുമാവാം. ഇനി ഒരു കാരണമില്ലാതെയും അള്ളാഹു തആല എന്ത് ചെയ്യാം? കാര്യങ്ങളെ നമുക്ക് നേടിത്തരാം. അതൊക്കെ അള്ളാഹുവിന്റെ പൂർണ്ണമായ അധികാരത്തിന് കീഴിലുള്ള വിഷയമാണ്. അവിടെ ഒന്നും ഏതില്ല, തൗഹീദിനെതിരായിട്ടൊന്നുമില്ല. ആ കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച് അനുവദിച്ച കാരണങ്ങളിലൂടെ എന്ത് ചെയ്യാം? നേടാം. ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. നീ ജോലി എടുക്കുന്നു എന്നതുകൊണ്ടാണ് നിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് നേടാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണ്ട. മറിച്ച് നീ ജോലി എടുക്കുന്നത് ഉണ്ടെങ്കിലും നിന്റെ കാര്യം നേടുന്നത് ചിലപ്പോൾ മറ്റേതെങ്കിലും നിന്റെ സഹോദരൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട്, അയാളുടെ ബർക്കത്ത് കൊണ്ടാവാം. അതൊരു അഭൗതികമായ മാർഗമാണ്. അപ്പോ അഭൗതികമായ കാരണങ്ങളുമുണ്ട്, ഭൗതികമായ കാരണങ്ങളുമുണ്ട്. കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റേതാണ് സഹായം. അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ നേടിത്തരുന്നവൻ, ചെയ്തു തരുന്നവൻ. അത് നേടാനുള്ള മാർഗങ്ങളോ അത് ഭൗതികവും അഭൗതികവും ഉണ്ട്.
ഏത് മാർഗത്തെയും അവലംബിക്കാവുന്നതാണ്. അഭൗതിക മാർഗത്തിലൂടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് തൗഹീദിന് ഒരിക്കലും എതിരാവുകയില്ല. ഏതുണ്ടാകുമ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും പൂർണ്ണവും പരമവുമായ ഉടമസ്ഥൻ. യഥാർത്ഥത്തിലുള്ള അതിന്റെ കൈകാര്യം അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ്, അതിന് ആർക്കും ഒരു പങ്കുമില്ല എന്ന വിശ്വാസത്തോടു കൂടി അവന് സാധ്യമാകുന്ന ഹലാലായ മാർഗങ്ങളെ അവലംബിച്ചാൽ അതാണ് തൗഹീദ്, അതാണ് തവക്കുല്. അതൊരിക്കലും ഏതല്ല ശിർക്കായി മാറുകയുമില്ല. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ജുംലത്തു തൗഹീദി ഫീ കലിമത്തിൻ വാഹിദത്തിൻ. യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ മൊത്തം എന്താണ് ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ വഹിയ അല്ലാ തതസവ്വറ ഫീ വഹ്മിക ശൈഅൻ. നിന്റെ ഊഹത്തിൽ നീ ഊഹിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം, നീ ഊഹിക്കാവുന്ന കണ്ടതോ കേട്ടതോ അറിഞ്ഞതല്ല, ഊഹിക്കാനെങ്കിലും പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് ഇല്ലാ വഅതഖത്ത അന്നല്ലാഹ അസ്സ വജല്ല മാലികുഹു മിൻ ജമീഇൽ ജിഹാദ്. പരമാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അധികാരത്തിന് മാത്രം കീഴിലാണ് എന്ത് കാര്യമാണെങ്കിലും, എന്തൊരു വിഷയമാണെങ്കിലും, നീ ഊഹിക്കുന്ന എന്തൊരു വിഷയമാണെങ്കിലും അതൊക്കെയും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിലാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. ഇതന്നെയാണ് അത് തവക്കുലും. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിന് കീഴിലാണെന്ന് ഉറപ്പിക്കുക. ആ വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തോടു കൂടി നിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നിനക്ക് നിശ്ചയിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട മാർഗങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുക. ആ മാർഗങ്ങളോ അത് അല്ലാഹു നിശ്ചയിച്ച ഏത് മാർഗം പറ്റും, ഈ വിശ്വാസം അവിടെ ഉണ്ടായാൽ മതി. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, ഇമാം ഇബ്നു കസീർ പറയാം, ഫൽ അവ്വലു ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞത് തബർറുഉം മിനശ്ശിർക്കി, ശിർക്കിൽ നിന്ന് ഒഴിവാവലാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എല്ലാ വക ശരീക്കുകളെയും ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വസ്സാനി വ ഇയ്യാക നസ്തഈനു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണല്ലോ ആ പറയുന്നത്. വയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് ആ പറയുന്നത്? നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തിൽ നിന്നോട് മാത്രം സഹായം തേടുന്നു? ഇവിടെയാണ് നമ്മളും ചില ആളുകളും തമ്മിലുള്ള വിഷയം. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്തിൽ? നമ്മൾ പറയുന്നു, നമ്മളല്ല മുസ്ലിം ലോകം ഒന്നടങ്കം പറഞ്ഞു വന്നതും ഇന്ന് ലഭിക്കാവുന്ന ആധികാരികമായ എല്ലാ തഫ്സീറുകളും പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്താണ്? നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ എല്ലാ ഫി ഉമൂരിന കുല്ലിഹ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ചില ആളുകൾ പറയുന്നത് എന്തെന്ന്, വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭൗതിക കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം തേടുള്ളൂ. എങ്ങനെയാണ്? അഭൗതികമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ, ഭൗതിക കാര്യങ്ങളിലോ അത് നിന്നോടല്ലാത്തവരോടൊക്കെ ഞങ്ങൾ തേടും. ഇത് തൗഹീദല്ല. തൗഹീദ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എല്ലാ നിന്റെ ഊഹത്തിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. അത് ഭൗതിക കാര്യമാണെങ്കിലും അഭൗതിക കാര്യമാണെങ്കിലും. അതുകൊണ്ട് തന്നെ വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിന്നോട് മാത്രം സഹായം തേടുന്നു. ഫി ഉമൂരിന കുല്ലിഹ, എല്ലാ തഫ്സീറിലും അത് കാണാൻ പറ്റും. ഫി ഉമൂരിന കുല്ലിഹ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഒരു കാര്യത്തിലും നീ അല്ലാത്തവരോട് ഞങ്ങൾ സഹായം തേടുന്നില്ല. ഇതാണ് വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോഴാണ് ശരിയായ തൗഹീദാകുന്നത്. എന്നല്ലാതെ അഭൗതിക കാര്യങ്ങളിൽ നിന്നോട് മാത്രമേ തേടുകയുള്ളൂ, ഭൗതിക കാര്യങ്ങൾ ഞങ്ങൾ അല്ലാത്തവരോടും തേടും എന്ന് പറയുന്നത് തൗഹീദല്ല. അത് വയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥമല്ല. അങ്ങനെ ഒരു തഫ്സീർ ആയത്തിനില്ല. ഈ ആയത്ത് ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങിയതൊന്നുമല്ല.
നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു, പഠിച്ചു, അതനുസരിച്ച് ജീവിച്ചു വന്ന ആയത്താണിത്. ഈ ആയത്തിന് മുസ്ലിം ലോകം അംഗീകരിച്ചു വരാവുന്ന ഒരൊറ്റ തഫ്സീറിലും ഭൗതിക കാര്യങ്ങളിൽ മാത്രമാണ് ഈ പറയുന്നത്, നിന്നോട് മാത്രം തേടും എന്നൊരു മാന കൊടുത്തിട്ടേ ഇല്ല. അംഗീകരിക്കപ്പെടാവുന്ന ആധികാരികമായ ഒരു തഫ്സീറിലും ഇല്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഈ ആയത്തും നിലങ്ങോട്ട് ഇറങ്ങിയതൊന്നല്ലോ. ഈ ആയത്തിന് ഈ കാലം ഇത്രയായി നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വന്നതല്ലാത്ത ഒരു വ്യാഖ്യാനമാണ് ഇപ്പൊ ചില ആളുകൾ കൊടുക്കുന്നത്. നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വന്നതല്ലാത്ത ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് പുതുതായ ഒരു തൗഹീദും പുതുതായ ഒരു മാനദണ്ഡം അവർ സൃഷ്ടിക്കുകയാണ്. ഈ വ്യാഖ്യാനവും ഈ പുതിയ മാനദണ്ഡവുമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ബന്ധമില്ല. ഇത് തെളിയിക്കാൻ ഇവിടെ ഒരൊറ്റ ഒരുത്തനും കഴിയൂല. ഏതെങ്കിലും ഒരാധികാരികമായ തഫ്സീറിൽ അഭൗതിക കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നാണ് വഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥമെന്ന് പറയാൻ, തെളിയിക്കാൻ ഒരൊറ്റ ഒരുത്തനും ഇവിടെ കഴിയൂല. അങ്ങനെ ഒരു തഫ്സീർ ഇല്ല. അങ്ങനെ ആരും മുസ്ലിം ഉമ്മത്ത് ഇന്നേ വരെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ആ ആയത്തിന് അർത്ഥമല്ല, അത് തൗഹീദും അല്ല. മറിച്ച് തൗഹീദ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. അതെന്താണ് പറയുന്നത്? അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റാസി എന്നവർ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളുടെയും പരമമായ സർവാർത്ഥത്തിലുള്ള ഉടമസ്ഥത അല്ലാഹുവിന്, അധികാരം അല്ലാഹുവിന് മാത്രമുള്ളതാണെന്ന് വകവെച്ചു കൊടുക്കുക. അത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ ആ കാര്യങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും അത് നേടാനുള്ള മാർഗങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നിശ്ചയിച്ചതാണ്. അത് തൗഹീദിനെതിരല്ല. അത് ഭൗതികമായാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ശരി. അവിടെ ഭൗതികം അഭൗതികം എന്നുള്ള വ്യത്യാസമല്ല, ഒരു വ്യത്യാസമില്ല. ഭൗതികമാണെങ്കിൽ പോലും അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചോളണം. ഏതെങ്കിലും ഒരു ഭൗതിക കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ പറഞ്ഞത് വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ തബർറുഉം മിനൽ ഹൗലി വൽ ഖുവ്വതി, എല്ലാവിധ കഴിവുകളെ തൊട്ടും ശക്തിയെ തൊട്ടും പൂർണ്ണമായും ഞാൻ ഒഴിവാണ്. എനിക്കൊരു കഴിവുമില്ല. നിനക്ക് മാത്രമാണ് എല്ലാ കഴിവുമുള്ളത്, നിനക്ക് മാത്രമാണ് എല്ലാ ശക്തിയുമുള്ളത്. നീ അല്ലാത്തവർക്ക് ഒരു കഴിവും ഒരു ശക്തിയുമില്ല. വത്തഫ്വീളു ഇലല്ലാഹ്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കലുമാണ് വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് വഹാദൽ മഅന, ഈ അർത്ഥം ഫീ ഗൈരി ആയത്തിൻ മിനൽ ഖുർആൻ, ഖുർആനിലെ ഒന്നിലധികം ആയത്തുകളിൽ കാണാൻ കഴിയുന്നതാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞില്ലേ ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് തന്നെയാണ് ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞതാണ് ഫഅബ്ദുഹു എന്ന് പറഞ്ഞത്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാവുക. വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് വതവക്കൽ അലൈഹി എന്ന് പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കലാണ്. വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് തൗഹീദാണ്. എങ്കിൽ അതന്നെയാണ് തവക്കുല്, തൗഹീദ് തന്നെയാണ് ആ തവക്കുല്. അതെന്താ? വത്തഫ്വീളു ഇലല്ലാഹ്, എല്ലാം അല്ലാഹുവിലേക്ക് മാത്രം ഏൽപ്പിക്കുക. എല്ലാവിധ കഴിവുകളെ തൊട്ടും ശക്തികളെ തൊട്ടും ഞാനും ഞാനല്ലാത്ത എല്ലാവരും ഒഴിവാൻ, നീ മാത്രമാണ് എല്ലാ കഴിവുകളും ഉള്ളവൻ. ഇത് അംഗീകരിച്ചു കൊള്ളുക. ഇത് അംഗീകരിക്കലാണ് ഏത്? തവക്കുൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ തവക്കുലാണെന്നാണ് പറഞ്ഞത്. തവക്കുലാണ്. ഏതുപോലെ ഫഅബ്ദുഹു വതവക്കൽ അലൈഹി എന്ന് പറഞ്ഞതുപോലെയാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്. അപ്പൊ തവക്കുലും തൗഹീദും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെ ഏതില്ല? ഭൗതികം അഭൗതികം എന്ന വ്യത്യാസമല്ല. ഭൗതികമാണെങ്കിൽ പോലും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളത് തന്നെയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് തൗഹീദിന് വിരുദ്ധം. അതാണ് തെറ്റ്. അതൊരിക്കലും എന്താവില്ല സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതോ ഈ ആയത്തിന് അങ്ങനെ ഒരു തഫ്സീർ കൊടുക്കാനോ പറ്റുന്നതല്ല. അത് ചില ആളുകൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ്. ചുരുക്കത്തിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് മാത്രം തന്നെ സഹായം തേടുന്നത്. പിന്നെ നമ്മൾ മറ്റ് മാർഗങ്ങളെ സ്വീകരിക്കുന്നുണ്ടല്ലോ, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ടല്ലോ, അത് വാസ്തവത്തിൽ അള്ളാഹു ആ കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ പരമമായ
നിയന്ത്രണത്തിനും അധികാരത്തിനും കീഴിൽ ഉള്ള കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മാർഗങ്ങളും സബബുകളുമാണെന്ന അർത്ഥത്തിലാണ്. അങ്ങനെ അല്ലാഹുവെ നിന്നോട് മാത്രം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് തൗഹീദും. എങ്കിൽ പിന്നെ നാം അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ടല്ലോ, ഉണ്ട്. അതെങ്ങനെയാണ് ഇതിനോട് എതിരാവില്ല? എന്തുകൊണ്ട്? അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ സഹായം തേടുന്നുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി, ഭൗതികമാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ആ കാര്യങ്ങളെ നേടിത്തരുന്നവനും അതിനെ സൃഷ്ടിച്ചു തരുന്നവനും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടു കൂടി അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുകയോ മറ്റു മാർഗങ്ങളെ അവലംബിക്കുകയോ ചെയ്യുന്നത് അല്ലാഹുവിൽ നിന്ന് നേടാനുള്ള ആ കാര്യങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച സബബുകളും മാർഗങ്ങളും വഴികളുമാണെന്ന അർത്ഥത്തിൽ മാത്രമാണ്. അല്ലാഹു അല്ലാത്തതൊക്കെയും ഇവിടെ സബബുകൾ മാത്രമാണ്. അല്ലാഹു മുസബ്ബിബുമാണ്. അതാണ് ഇമാം ബൈഹഖി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, അല്ലാഹു മുസബ്ബിബാണെന്ന് വിശ്വസിക്കുക. അല്ലാഹു സബബുകളാക്കിയവനാണ്. സബബുകളിൽ നിശ്ചയിക്കുകയും ആ സബബുകളിലൂടെ മുസബ്ബബായ കാര്യങ്ങൾ, മുസബ്ബബാകുന്ന കാര്യങ്ങളെ സൃഷ്ടിച്ചു തരുന്നവനുമാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. സബബുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ സൃഷ്ടികളാകുന്ന അല്ലെങ്കിൽ സബബുകളെ നാം സ്വീകരിക്കുന്നത്, അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങൾ അവലംബിക്കുന്നത് അത് വെറും സബബുകൾ എന്ന അർത്ഥത്തിലാണ്. അത് ഭൗതിക കാര്യങ്ങളിലാണെങ്കിൽ പോലും അഭൗതിക കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണെന്ന് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നേടാനുള്ള കാര്യങ്ങളെ നേടാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച സബബുകളെ സ്വീകരിക്കുന്നു. മരുന്ന് കുടിച്ചതുകൊണ്ട് നമ്മുടെ അസുഖം മാറുന്നു. അസുഖം തരുന്നവനാരാണ്? അള്ളാഹുവാണ്. അസുഖങ്ങളെ മാറ്റുന്നവനാരാണ്? അള്ളാഹുവാണ്. പിന്നെ നമ്മൾ എന്തിനു മരുന്ന് കുടിക്കുന്നു? മരുന്ന് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സബബുകളിൽപ്പെട്ട ഒരു സബബാണ്. അതുകൊണ്ട് മരുന്ന് കുടിച്ചാൽ സാധാരണഗതിയിൽ അസുഖം മാറൽ പതിവുണ്ട്. ചിലപ്പോൾ മാറാതിരിക്കാം, അത് അള്ളാഹു മാറ്റിയിട്ടില്ല, അള്ളാഹു ഇപ്പൊ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് കുടിക്കാതെയും അസുഖം മാറാം. അപ്പൊ സബബില്ലാതെയും അള്ളാഹു ചിലപ്പോൾ എന്താകും? കാര്യങ്ങൾ നേടിത്തരും. കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ അസുഖം മാറാൻ ചിലപ്പോൾ എന്തുണ്ടാവാം? മരുന്ന് ടോണിക്ക് കുടിക്കണമെന്നില്ല. ചിലപ്പോൾ അസുഖം മാറാൻ എന്ത് ചെയ്യും? മന്ദിരിച്ച വെള്ളം കുടിച്ചാലും മതിയാകും. അത് അഭൗതിക മാർഗമാണ്, അല്ലെ? മന്ദിരിച്ച അസുഖം മാറൂന്നും ശൈത്താൻ തന്നെ പേടിച്ചോടൂന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അപ്പൊ അസുഖം മാറാനുള്ള വഴികളിൽപ്പെട്ട ഒന്നാണ് ഏത് കുടിക്കുക? അടോള് കുടിക്കുക എന്ന് പറഞ്ഞാൽ. അസുഖം മാറാനുള്ള മറ്റൊരു വഴിയാണ് ഏത്? മന്ദിരിച്ച വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ. ഇനി മന്ദിരിച്ച വെള്ളമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ജുബ്ബ ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കുന്നവരുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി. ആ ജുബ്ബ അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ജുബ്ബ എന്ത് ചെയ്യും? അസുഖമുണ്ടായാൽ ആളുകൾ വെള്ളപ്പാത്രവുമായി അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് ആ പാത്രത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചിരുന്ന ആ ജുബ്ബ ഒന്നിങ്ങനെ മുക്കിക്കൊടുക്കും. യുസ്തശ്ഫാ ബിഹാ, ഇതുകൊണ്ട് ഷിഫ കിട്ടാൻ വേണ്ടി, ഷിഫ ലഭിക്കാൻ വേണ്ടി, അസുഖം മാറാൻ വേണ്ടി. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തു. ആ ജുബ്ബ ഇപ്പോ SK സെന്ററിൽ ഉണ്ടോ? ആ ജുബ്ബ ഇപ്പൊ ബുഖാരിയിലുണ്ട്. ഇനി അത് എവിടെയുള്ളതെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇസ്ലാഹി മൈക്കിൽ വരണോട്ടാ. ഓക്കെ, ഈ കൗമിന് ഇതൊന്നും കേറണില്ല. പറയണമെന്നാണ് കേൾക്കായി. ഇസ്ലാഹി നല്ല കുട്ടിയാണ്. ഇസ്ലാഹി ഇതൊന്ന് പറയണ കേൾക്ക്. കണ്ടില്ലേ? ഇതിപ്പോ ബുഖാരിയുള്ള ഒരു ഹദീസാണ് കേട്ടോ. ഇസ്ലാഹി ഇത് ബുഖാരിയുള്ള ഒരു ഹദീസാണ്. നിങ്ങൾക്ക് വലിയ ഹദീസ് സ്വീകരിക്കുന്ന ആൾക്കാരില്ല. അപ്പൊ അതൊന്നാണ് കേട്ടോ. എന്തായാലും ഞാൻ ഒന്നും കേൾക്കില്ല തീരുമാനിക്കില്ല. ഇതൊന്നും കേട്ടോക്ക്, എന്തെങ്കിലും ഒന്ന് ആയിപ്പോകോ നോക്കാലോ. ഈ ജുബ്ബ ഇട്ട വെള്ളം കൊണ്ട് എന്താക്കും? ഷിഫ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ഇത് ഭൗതികാണോ അഭൗതികാണോ എന്ന് ഇസ്ലാഹി നല്ലവണ്ണം ഒന്ന് ആലോചിക്കണം. ഇനി മൈക്കിൽ വരണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാഹി ഇതിപ്പോ ഭൗതികത്തിലാ പെടുക അഭൗതികത്തിലാ പെടുക എന്നൊന്ന് ചിന്തിക്കണം. അഭൗതിക മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്ലാഹി അഭൗതിക മാർഗത്തിലൂടെ
അഭൗതിക മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യം എന്താണ്? ഇബാദത്താണ്. അല്ലേ? ഇബാദത്താണ്. ഇപ്പൊ കണ്ടില്ലേ, SK സെന്ററിൽ അതുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ആ ജുബ്ബ ഉണ്ടായിരുന്നല്ലോ, ഉറപ്പല്ലേ? അഭൗതിക മാർഗത്തിലൂടെ ഈ കൗമിന്റെ തലന്റെ ഉള്ളിൽ എന്താ? അഭൗതിക മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യം എന്താണ്? ഇബാദത്താണത്രേ. അപ്പോ SK സെന്ററിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് ഈ ജുബ്ബ അസ്മാ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ജുബ്ബ കൊണ്ട് ആ അസുഖമുണ്ടാകുമ്പോ ആ ജുബ്ബട്ട വെള്ളം കുടിച്ചുകൊണ്ട് അസുഖം മാറാൻ പ്രതീക്ഷിക്കാറുണ്ട്, ഗുണം പ്രതീക്ഷിക്കാറുണ്ട്, ചെയ്യാറുണ്ട്, അസുഖം മാറലും ഉണ്ട്. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുമുണ്ട്. അന്ന് എന്തായിരുന്നാണാവാം ഈ ഇബാദത്തിന്റെ നിർവചനം? അക്കാലത്തുള്ള ഇബാദത്ത് അല്ല എപ്പോൾ ഉള്ളത്? അന്ന് അവർ ഇതൊരു അബൗദിക മാർഗം തന്നെയാണല്ലോ. അബൗദിക മാർഗത്തിലൂടെ ഒരു ഗുണം പ്രതീക്ഷിക്കുകയാണല്ലോ അവർ ചെയ്തത്, സഹാബത്തൊക്കെ ചെയ്തത്, അല്ലേ? ചെയ്തില്ലേ? അന്ന് എന്തായിരുന്നു ഇബാദത്തിന്റെ അർത്ഥം? അന്ന് എന്തായിരുന്നു ഇബാദത്തിന്റെ നിർവചനം? എന്നെ ഇപ്പൊ പുതിയൊരു നിർവചനം കിട്ടിയത്? ഇതൊന്നും എന്നിങ്ങനെ ആലോചിച്ചോ ഇസ്ലാഹി? SK സെന്ററിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളും. ഇസ്ലാഹി ഇപ്പൊ ചിന്തിക്കേണ്ടത് അന്ന് എന്തായിരുന്നാണാവും ഇപ്പൊ ഈ ഇബാദത്തിന്റെ അർത്ഥം? ഇപ്പൊ ഇബാദത്ത് ഇങ്ങനെയാണ്. അവർ അന്നെന്താ ഇപ്പൊ ഇബാദത്തിന് അർത്ഥം കൊടുക്കല്? ഇത് എന്നെ ഇപ്പൊ ഒരു പുതിയ ഇബാദത്ത് ഇറങ്ങി വന്നത്? അതൊന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട്, കാരണം അത് കഴിഞ്ഞ് മൈക്കിൽ വരണല്ലോ, അപ്പൊ അതൊന്ന് പറയണം വന്നിട്ട് കേട്ടോ. അപ്പോ ഇവിടെ അഭൗതികമായ ഒരു മാർഗത്തിലൂടെ എന്ത് ചെയ്തു? കാര്യങ്ങൾ നേടുന്നു. ചിലപ്പോൾ മരുന്ന് കുടിച്ചുകൊണ്ടും നേടാം, ചിലപ്പോൾ ഈ രൂപത്തിലും നേടാം. കാരണം എന്താ? അസുഖം മാറ്റിത്തരുന്നവൻ അള്ളാഹുവാണ്. അതിന് ഏതാ വഴി? അത് അള്ളാഹു താല പല മാർഗം നിശ്ചയിക്കാം. ചിലപ്പോൾ ഇനി ഒന്നുമില്ലാതെ അള്ളാഹു താല എന്താക്കാം? അസുഖം മാറ്റിത്തരുകയും ചെയ്യാം. ഇതാണ് തവക്കുല്, ഇതാണ് തൗഹീദ്. എന്നല്ലാതെ ഭൗതിക മാർഗമാണെങ്കിൽ അതൊക്കെ നമുക്കൊക്കെ പറ്റും. അഭൗതികം മാത്രം അള്ള നോക്കിയാൽ മതി, ഭൗതികം ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനൊരു തൗഹീദ് എവിടെയില്ല. അത് തൗഹീദല്ല, അത് വിവരക്കേടാണ്. ഭൗതിക മാർഗങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ നേടിത്തരുന്നത് എന്ന വിശ്വാസം ഭൗതികവാദികളുടേതാണ്. അതൊരർത്ഥത്തിൽ യുക്തിവാദമാണ് എന്നല്ലാതെ ഭൗതികവാദമാണ്. അതൊരു മുഅ്മിനിന്റെ വാദവും അല്ല. വഹാബിവാദം വേണമെങ്കിൽ ഒരർത്ഥത്തിൽ യുക്തിവാദമാണ്, ഭൗതികവാദമാണ്. ഭൗതിക കാര്യങ്ങൾ ആണ്, കാരണങ്ങളാണ് ഇവിടെ കാര്യങ്ങളെ, ഭൗതിക കാര്യങ്ങളെ നേടിത്തരുന്നത് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഭൗതിക കാരണങ്ങളാണ് ഭൗതിക കാര്യങ്ങളെ നേടിത്തരുന്നത് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എങ്കിൽ അതൊരു ഭൗതികവാദമാണ്, യുക്തിവാദമാണ്, അത് തൗഹീദല്ല. മുഅ്മിനായ ആളുകൾ വിശ്വസിക്കേണ്ടത് ഭൗതിക കാര്യങ്ങളും നേടിത്തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അഭൗതിക കാര്യമാണെങ്കിലും എല്ലാം അള്ളാഹു മാത്രമാണ്. സബബുകളാണ് ബാക്കിയുള്ളതൊക്കെയും, അള്ളാഹു അല്ലാത്തതൊക്കെയും സബബുകൾ മാത്രമാണ്. ഈ സബബുകളോ അത് ഭൗതികമുണ്ട് അഭൗതികമുണ്ട്, രണ്ടുമുണ്ട്. ചിലപ്പോ ഒരാൾ മരുന്നും കുടിച്ചു, മന്ത്രിച്ച വെള്ളവും കുടിച്ചു, ഇയാളുടെ അസുഖം മാറിയത് എന്തുകൊണ്ടാ? വഹാബികൾ പറയും ഉറപ്പാണത് മരുന്ന് കുടിച്ചത് കൊണ്ടാണ്. മുസ്ലിമീങ്ങൾ എന്താ പറയേണ്ടത്? അത് മരുന്ന് കുടിച്ചത് കൊണ്ടാവാ, ചിലപ്പോ മന്ത്രിച്ച വെള്ളം കുടിച്ചത് കൊണ്ടാവാ, ഇനി രണ്ടും അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാ, ഇനി ഒന്നുമില്ലാതെ ആവാ. അള്ളാഹു തആലയാണ് മാറ്റി തന്നത്. അതാണ് വിശ്വസിക്കേണ്ടത്. ഇവിടെ ഭൗതികമായ മാർഗങ്ങളിലല്ല വിശ്വസിക്കേണ്ടത്. അതൊക്കെ സബബുകളാണ്. ഭൗതികമായാലും അഭൗതികമായാലും സബബുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഉടമസ്ഥനും നിയന്താവും അതൊക്കെ നേടിത്തരുന്നവനും സൃഷ്ടിച്ചു തരുന്നവനും അള്ളാഹു മാത്രമാണ്. അതാണ് തൗഹീദ്. ഇതിൽ യാതൊരു കറയുമില്ല, ഒരവ്യക്തതയുമില്ല. പരമമായി പൂർണ്ണമായി അള്ളാഹുവിന്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ആ ഉടമസ്ഥതയും അധികാരവും അംഗീകരിച്ചു കൊള്ളുക. നിന്റെ ഊഹത്തിൽ വരാവുന്ന എന്തൊരു കാര്യമുണ്ടോ അതൊക്കെയും അള്ളാഹുവിന്റെ പൂർണ്ണമായ അധികാരത്തിനും ഉടമസ്ഥതക്കും നിയന്ത്രണത്തിനും കീഴിലാണെന്ന് നീ അംഗീകരിച്ചു കൊള്ളുക. ഇതാണ് ജുംലത്തു തൗഹീദ്. ഇത് തന്നെയാണ് തവക്കുലും. ഇവിടെ എന്ത് കാര്യമാണെങ്കിലും അവിടെ ഭൗതികമാണെങ്കിൽ അഭൗതികമാണെങ്കിൽ എന്നിങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്ന് വിശ്വസിക്കണം. അത് മാത്രമാണ് തൗഹീദ്. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം
ഭൗതിക കാരണങ്ങളാണ് നേടിത്തന്നത് എന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് തൗഹീദിൽ പറ്റിയിട്ടുള്ള തകരാറാണ്. അത് തൗഹീദല്ല. തൗഹീദിന്റെ ആകത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണെന്നതുപോലെ അതിന്റെ മറ്റൊരു വശമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ എല്ലാ കൂവത്തിൽ നിന്നും, അതാണ് ഇമാം ഇബ്നു കസീറ പറഞ്ഞത് വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്. രണ്ടാമതാ തബർറും മിനൽ ഹൗലി വൽ ഖുവതി, യാതൊരു ഹൗലും ഖുവത്തും ഒരാൾക്കും അല്ലാഹു അല്ലാത്തവർക്കില്ല. ഉണ്ടെങ്കിൽ അല്ലാഹു അനുവദിച്ചത് പ്രകാരം അല്ലാഹു നിശ്ചയിച്ച സബബുകൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാം സബബുകൾ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ചുരുക്കത്തിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമവും പൂർണ്ണമായ അധികാരവും ഉടമസ്ഥതയും നിയന്ത്രണവും അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു അനുവദിച്ച, അല്ലാഹു ഈ ലോകത്ത് നിശ്ചയിച്ച സബബുകളെ അവലംബിക്കലാണ് തവക്കുൽ. ഈ അംഗീകാരമാണ് തൗഹീദ്. ആ അംഗീകരിച്ചുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാനുള്ള സബബുകളെ സ്വീകരിച്ചാൽ അതേതായി തവക്കുൽ അനുസരിച്ച് പ്രവർത്തിക്കലായി. അതാണ് ശരിയായ തവക്കുൽ. അതുകൊണ്ട് ഈ രണ്ടും തമ്മിൽ ഒരിക്കലും വേർപിരിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നു കസീർ ആ രൂപത്തിൽ അതിന് തഫ്സീർ നൽകിയതും വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് തവക്കുലിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. തവക്കുലാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ വേർപിരിയുന്ന കാര്യങ്ങളല്ല. എന്നല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭൗതികമായ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് അനുവദിച്ചു കൊടുക്കുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ്. തൗഹീദിന് വിരുദ്ധമാണ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് മാത്രമേ സർവമായ പൂർണ്ണാർത്ഥത്തിലുള്ള അധികാരമുള്ളൂ. സബബുകളെ അവലംബിക്കുമ്പോൾ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണെന്ന് അംഗീകരിക്കുന്ന ഒരാൾ ആ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ സബബുകളെ അവലംബിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ആരെയാണ് അവലംബിക്കുന്നത്? ഇത് കേവലം സബബുകൾ മാത്രമാണ്. അതിലേക്ക് എത്തിച്ചു തരുന്നവനും നേടിത്തരുന്നവനും അള്ളാഹു മാത്രമാണ്. ഈ കാരണങ്ങളെ അവലംബിക്കാൻ അള്ളാഹു എഴുതിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാരണങ്ങൾ അവലംബിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് കാരണങ്ങൾ അവലംബിക്കുന്നവൻ യഥാർത്ഥത്തിൽ അവലംബിക്കുന്നത് ആരെ തന്നെയാണ്? അള്ളാഹുവിനെ തന്നെയാണ്. ഉദാഹരണമായിട്ട് അസുഖം വന്നപ്പോൾ ഒരാൾ മരുന്ന് കുടിക്കുന്നു. മുഅ്മിനായ മനുഷ്യൻ മരുന്ന് കുടിക്കുന്നത് എങ്ങനെയാണ്? യുക്തിവാദി മരുന്ന് കുടിക്കുന്നത് പോലെ. ഇപ്പോ അസുഖം ആർക്കും വരും? മുഅ്മിനായ മനുഷ്യന്മാർക്കും അല്ലാത്ത അള്ളാഹുവിനെ നിഷേധിക്കുന്ന യുക്തിവാദികൾക്കും അസുഖം വരും. രണ്ടു കൂട്ടരും കുടിക്കുന്ന മരുന്നൊന്നു തന്നെയാണ്. രണ്ടു കൂട്ടരും വഴി കുടിക്കുന്ന മരുന്നൊന്നു തന്നെയാണ്. ഇവിടെ അസുഖം മാറുന്നു. ഇവിടെ എന്താ വ്യത്യാസം? വ്യത്യാസം മുഅ്മിനായ മനുഷ്യൻ മരുന്ന് കുടിക്കുന്നത് ഈ യുക്തിവാദി കുടിക്കുന്നത് പോലെയല്ല. മുഅ്മിനായ മനുഷ്യൻ മരുന്ന് കുടിക്കുന്നതോ തനിക്ക് അസുഖം തന്നവൻ അള്ളാഹുവാണ്. ഇനി ഇത് മാറ്റിത്തരുന്നവനോ അതും അള്ളാഹുവാണ്. അതെങ്ങനെ അള്ളാഹു മാറ്റിത്തരുന്നത്? ഒരു പക്ഷേ ഞാൻ ഈ മരുന്ന് കുടിക്കുന്നത് അതിനൊരു സബബാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സബബ് ഇതിന്റെ പിന്നിലുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു സബബും ഇല്ലാതെയുമാവാം. മാറ്റിത്തരുന്നവൻ എങ്ങനെയായാലും അള്ളാഹു തന്നെ മരുന്നല്ല. മരുന്നിന് അതിൽ യാതൊരു പങ്കുമില്ല. അത് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് മാറുന്നു, അള്ളാഹു നിശ്ചയിച്ചില്ലെങ്കിൽ മാറില്ല എന്ന് തന്നെ. അപ്പൊ യുക്തിവാദിയാണെങ്കിൽ അവൻ വിശ്വസിക്കുന്നതെന്ന് തന്റെ അസുഖം മാറിയത് ഈ മരുന്ന് കൊണ്ട് മാറിയത്, ഈ മരുന്നാണ് മാറ്റി തന്നത്, ഈ മരുന്നില്ലായിരുന്നെങ്കിൽ ഇത് മാറില്ലായിരുന്നു എന്നതാണ് ഓന്റെ വിശ്വാസം. കാരണം എന്താ? അള്ളാഹ് എന്നോൻക്കൊന്നും അവിടെ അതിന്റെ പിന്നിൽ വിശ്വസിക്കാനില്ലല്ലോ. ഇങ്ങനെ വഹാബികൾ വിശ്വസിക്കരുത്, ഇങ്ങനെ ആരും വിശ്വസിക്കരുത്. ഇവിടെയും വിശ്വസിക്കേണ്ടത് എന്താണ്? ഒരു പക്ഷേ മരുന്ന് കുടിച്ചത് അതിനൊരു കാരണമായിട്ടുണ്ടാകും, അള്ളാഹു ആണ് മാറ്റി തന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ മരുന്ന് കുടിച്ചതല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു സബബ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ മന്ത്രിച്ച വെള്ളം കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാവാം ചിലപ്പോൾ അള്ളാഹു മാറ്റി തന്നത്. അതല്ലെങ്കിലോ ഒരു പക്ഷേ ഇത് രണ്ട് കാരണം ചിലപ്പോ അതിൽ ഏതായിട്ടുണ്ടാവില്ല, അതിന് കാരണമായിട്ടുണ്ടാവുകയില്ല. അള്ളാഹു തആല വെറുതെ അവന്റെ സ്വന്തം ഫضل കൊണ്ട് മാത്രം ഒരു സബബും ഇല്ലാതെ മാറ്റി തന്നതാവാം. അങ്ങനെയാ വിശ്വസിക്കേണ്ടത്. അതാണ് മുഅ്മിൻ. അതാണ് അള്ളാഹുവിന്റെ പൂർണ്ണമായ അധികാരത്തെയും നിയന്ത്രണത്തെയും അംഗീകരിക്കുന്ന അവനാണ് വയ്യാക നസ്തഈൻ. ഞാൻ എന്ത് മാർഗങ്ങൾ സ്വീകരിച്ചാലും, എന്റെ കാര്യം നേടാൻ സഹായകമാകുന്ന എന്ത് മാർഗങ്ങളെ ഞാൻ സ്വീകരിച്ചാലും ആത്യന്തികമായി ഞാൻ ആരെ തന്നെയാണ് സഹായം തേടുന്നത്? നിന്നോട് മാത്രമാണ്. കണ്ടില്ലേ? ഞാൻ എന്റെ വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം എന്നാണ് അർത്ഥം. അപ്പോ ഞാൻ എന്റെ കാര്യം നേടാൻ ഞാൻ എന്ത് മാർഗങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും, എന്റെ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ സഹായകമായ എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ ആത്യന്തികമായും യഥാർത്ഥത്തിലും ആരോട് തന്നെയാണ്? നിന്നോട് തന്നെയാണ്.
കാരണം ഈ കാരണങ്ങളല്ല എന്റെ കാര്യങ്ങൾ നേടിത്തരുന്നത്. ആ കാരണങ്ങൾ ഞാൻ അവലംബിച്ചാലും എനിക്ക് നേടിത്തരുന്നവൻ ആര് തന്നെയാണ്? നീ തന്നെയാണ്. അതിലേക്കുള്ള വഴിയായി നീ നിശ്ചയിച്ചതിനെ ഞാൻ സ്വീകരിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അപ്പോഴും ഞാൻ തേടുന്നതും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്റെ കാര്യങ്ങൾ നേടിത്തരുന്നവൻ നീ തന്നെയാണ്. അതാണ് വയ്യാക നസ്തഈൻ. അത് ഭൗതികമായാലും അഭൗതികമായാലും എന്നല്ലാതെ അവിടെ ഭൗതികമാണെങ്കിൽ അത് ഞങ്ങളായിക്കോളാം, അഭൗതികമാണെങ്കിൽ നീ ആയി തന്നാൽ മതി എന്ന ഒരർത്ഥം ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു വിശദീകരണമില്ല, അങ്ങനെ ഒരു തൗഹീദുമില്ല. മുസ്ലിമീങ്ങൾ അങ്ങനെ ആരും ആ ആയത്തിന് അങ്ങനെ തഫ്സീർ നൽകിയിട്ടില്ല. അപ്പൊ ഇതാണ് തവക്കുൽ. ഈ തവക്കുലാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയിൽ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. ഇത് എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. നമ്മൾ ജോലി എടുക്കുന്നവരാണ്. നാം ഏൽപ്പിക്കപ്പെട്ട ജോലി ഭംഗിയായി ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അത് നഷ്ടപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ അത് നേടാനും ഉള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കണം. അതേ സമയത്ത് ഇനി നഷ്ടം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു, ഇതുകൊണ്ട് എന്താവേണ്ടതില്ല, നമുക്ക് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് തന്നവനാര അള്ളാഹുവാണ്. ഇനി ഇത് തടയാണോ? അത് തടയുന്നവനും അള്ളാഹു തന്നെയാണ്. ഇനി നൽകുകയാണെങ്കിലോ അതും അള്ളാഹു തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തില്ല, യാതൊരു ദുഃഖത്തിന് വഴിയില്ല. അതുകൊണ്ടാണ് ഫൈൻ വലബക അംറുൻ, നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാരണങ്ങൾ അവലംബിച്ചിട്ടും നിന്റെ കാര്യം നഷ്ടപ്പെട്ടാൽ അപ്പൊ നീ പറയേണ്ടത് ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അള്ളാഹുവിന്റെ തീരുമാനമാണ്. മറ്റൊരാൾക്കും ഒരു തീരുമാനവുമില്ല. തീരുമാനിക്കുന്നവൻ ഖദർ അള്ളാഹുവിന്റെ കയ്യിലാണ്, ഖദർ അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു, അള്ളാഹു നിശ്ചയിച്ച് ഉദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെ പിന്നെ ടെൻഷനില്ല. ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടം വന്നതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിതരാവേണ്ടതില്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിന്റെ പേരിൽ അമിതമായി ആ കാരണങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് അതിര് കവിഞ്ഞുകൊണ്ട് സന്തോഷിക്കാനും പാടില്ല. കാരണം തരുന്നവനും തടയുന്നവനും അള്ളാഹു മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് തവക്കുൽ. ശരിയായ മുതവക്കിലീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഖൈറായ മാർഗങ്ങൾ, വഴികൾ തുറന്നു തരുമാറാവട്ടെ. എല്ലാവിധ ഷർറുകളെ തൊട്ടും ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. മുഖ്ലസീങ്ങളായ നിന്റെ ഇബാദിന്റെ കൂട്ടത്തിൽ പാപികളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെ നിന്റെ ഫദ്ല് കൊണ്ട് നീ കബൂലാക്കണേ അള്ളാഹ്. എല്ലാവിധ വിഷമങ്ങൾക്കും അസുഖങ്ങൾക്കും ഞങ്ങൾക്ക് നീ ആഫിയത്തും ഷിഫായും നൽകണേ റഹ്മാനെ. എല്ലാ ഷർറുകളെ തൊട്ടും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാക്കണേ അള്ളാഹ്. നാഫിയായ ഇൽമിനെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഏറ്റി തരണേ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സന്താന പരമ്പരകൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നാഫിയായ ഇൽമി നീ നൽകണേ അള്ളാഹ്. നീ